कमेटी इस बार दोनों सदन लोकसभा राज्यसभा मिला करके ज्वाइंट कमेटी में वक्फ अमेंडमेंट बिल पे जो चर्चा हुई है, आज तक भारत के संसदीय इतिहास में इतना व्यापक रूप से चर्चा, कंसल्टेशन और समय कभी नहीं दिया है। इसलिए मैं जो ज्वाइंट कमेटी में जितने मेंबर्स दोनों सदनों के लोकसभा और राज्यसभा में जो सदस्य उस कमेटी में थे, मेरे तरफ से सरकार की ओर से मैं धन्यवाद देता हूं, अभिनंदन करना चाहता हूं। देश तोड़ दोगे आप लोग, तोड़ दोगे। हमने साहब, मैं अभी भी आपके माध्यम से, इस सदन के माध्यम से देश भर के मुसलमान भाइयों बहनों को कहना चाहता हूं, आपके वक्फ में एक भी नॉन मुस्लिम नहीं आएगा। ये एक्ट में ऐसा कोई प्रावधान नहीं। मगर जो वक्फ बोर्ड है और वक्फ परिषद है, उसका काम क्या है? वक्फ की संपत्तियां मान्यवर बेच खाने वाले लोगों को पकड़कर इसके बाहर निकालने का। वक्फ के नाम पर औने पौने दाम में संपत्तियों को 100 साल तक किराए पे देने वाले लोगों को पकड़ना है। वक्फ का जो पैसा होता है, इनकम जो गिरती जा रही है, जिसके माध्यम से माइनॉरिटी का विकास करना है, माइनॉरिटी को आगे बढ़ाना है, इस्लाम धर्म की सारी धार्मिक संस्थाओं को पुख्ता करना है। ये पैसा जो चोरी होता है ना, उसको पकड़ने का काम वक्फ बोर्ड, वक्फ परिषद करे। और मान्यवर वो चाहते हैं कि इनके राज में जो मिलीभगत चली वो चलती रहे, ये नहीं चलेगी। നമസ്തേ. ഭാരതത്തിലെ മറ്റൊരു കരിനിയമത്തിനു കൂടി ഇനി അറബിക്കടലിൽ അന്ത്യവിശ്രമം. രാജ്യം കാത്തിരുന്ന, പ്രത്യേകിച്ച് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചു. സംയുക്ത പാർലമെൻ്ററി സമിതി നിർദ്ദേശിച്ച ഭേദഗതികളോടെയാണ് ബിൽ അവതരിപ്പിച്ചത്. ബില്ലിന്മേലുള്ള ചർച്ച ഇപ്പോഴും പാർലമെൻറ്റിൽ തുടരുകയാണ്. വഖഫ് സ്വത്തുക്കളിൽ അവകാശമുന്നയിക്കാൻ രേഖകൾ നിർബന്ധമാണെന്നതാണ് പ്രധാന ഭേദഗതി. കാലാകാലങ്ങളായി കൈവശമുണ്ടായിരുന്നുവെന്നതുകൊണ്ട് വഖഫ് ഭൂമിയാവില്ല. 5 വർഷം ഇസ്ലാം വിശ്വാസം പിന്തുടർന്നവർക്കേ വഖഫ് നൽകാൻ സാധിക്കൂ. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തും. ചീഫ് എക്സിക്യൂട്ടീവ് പദവിയിലും അമുസ്ലിങ്ങൾക്ക് നിയമനം. വഖഫ് ട്രിബ്യൂണൽ വിധിയിൽ പരാതിയുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. മുസ്ലിങ്ങളിലെ ബോറയടക്കമുള്ള വിഭാഗങ്ങൾക്കായി പ്രത്യേക ബോർഡ് രൂപീകരിക്കും. കേരളത്തിലെ മുനമ്പത്തെയും തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറയിലെയും ഉൾപ്പെടെ വഖഫ് അധിനിവേശ ഭീഷണി നേരിടുന്ന രാജ്യത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്നതാണ് വഖഫ് ഭേദഗതി ബിൽ. പ്രമുഖ മുസ്ലിം പണ്ഡിതർക്ക് പുറമെ CBCIയും മെത്രാൻ കൗൺസിലും ഉൾപ്പെടെ വിവിധ ക്രിസ്ത്യൻ സംഘടനകളും ബില്ലിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റ് മന്ദിരത്തിന് പുറത്ത് പ്രേക്ഷകർ കണ്ടതുപോലെ മുസ്ലിം സ്ത്രീകളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആഹ്ലാദാതിരേകത്താൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചത്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഒന്നടങ്കം എതിർക്കുകയാണ്. ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കേരള കത്തലിക് ബിഷപ്സ് കൗൺസിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാരോട് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അവർ ചെവിക്കൊണ്ടില്ല. തുല്യനീതി ഉറപ്പാക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലാണ് ഇന്ന് ജനം ഡിബേറ്റിൻ്റെ വിഷയം. BJP വക്താവ് പിന്റു മഹാദേവ്, കോൺഗ്രസ് വക്താവ് പ്രൊഫസർ റോണി കെ ബേബി, യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സാക്കിർ, സാമൂഹ്യ നിരീക്ഷകൻ സ്റ്റാലിൻ ദേവൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം പിന്റുവിൽ നിന്ന് ആരംഭിക്കുകയാണ്. പിന്റു, ഈ ബിൽ നിയമമാകുന്നതോടെ 8 മണിക്ക് ചർച്ച അവസാനിക്കുമല്ലോ. നിയമമാകുന്നതോടെ നരേന്ദ്രമോദി സർക്കാരിലുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം, സർക്കാരിലുള്ള അവരുടെ വിശ്വാസം, മുസ്ലിങ്ങളുടെയും അതുപോലെ ക്രിസ്ത്യാനികളുടെയും വിശ്വാസം, അത്
ഒരു പടി കൂടി കൂടില്ലേ? തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും കൃത്യമായിട്ട് നിർവചിച്ചുകൊണ്ടാണ് ഈ ബില്ല് പാർലമെൻറ്റിനകത്ത് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ രാജ്യത്ത് തന്നെ ഒരു മതാധിഷ്ഠിതമായിട്ടുള്ളൊരു നിയമം, ആ നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള അസന്തുലിതാവസ്ഥ, ആ അസന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബില്ല്, ഏറ്റവും അധികം ആളുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 25 സംസ്ഥാനങ്ങളായിക്കോട്ടെ, വഖഫ് ബോർഡുകളായിക്കോട്ടെ, വിവിധ വ്യക്തികളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങളും ഭേദഗതികളെയും അടങ്ങിക്കൊണ്ട് വളരെ സസൂക്ഷ്മമാണ് ഈ കേന്ദ്ര സർക്കാർ ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മുസ്ലിം സമുദായത്തിനടക്കം നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ബില്ലിനെ ഒരു പറ്റം ആളുകൾ ഇവിടെ സ്വാഭാവികമായിട്ട് അവരുടെ സ്ഥിരം രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലടക്കം പാർലമെന്റിലടക്കം ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ നമുക്കറിയാം. കാരണം നമുക്കറിയാം, അവർക്ക് കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ ഒരു വൈകാരിക പ്രക്ഷുബ്ധതയിൽ എല്ലാ കാലഘട്ടത്തിലും നിർത്തി അതിൽ നിന്ന് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഈ പറയുന്ന മുന്നണികളുടെയൊക്കെ ലക്ഷ്യം. കാരണം അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഇവർ. അവർ പല സമയത്ത് പല കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഒരു കാലഘട്ടത്തിൽ രാമജന്മഭൂമി പ്രശ്നം പറഞ്ഞു, അതിനുശേഷം അവർ ഗുജറാത്ത് പറഞ്ഞു, അതിനുശേഷം CAA പറഞ്ഞു. ഇപ്പോൾ വഖഫ് ബില്ലിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ വൈകാരികമായ പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്ത് വിഭജനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഇടത് വലത് മുന്നണികളുടെ ശ്രമങ്ങൾ കൂടിയാണ് ഇന്ന് പാർലമെന്റിനകത്ത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ വിശദാംശങ്ങളും കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. JBC അടക്കം ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ചർച്ചയും ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായി. അങ്ങനെ വളരെ സസൂക്ഷ്മമായിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇന്ന് മുസ്ലിം സംഘടനകൾ അങ്ങ് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇടതുപക്ഷത്തിനും UDF-നും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമാണ് ഇതിനകത്ത് വലിയ താല്പര്യം. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സംഘടനകൾക്കൊന്നും വലിയ താല്പര്യം ഇതിനകത്ത് കാണുന്നില്ല. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കാണുന്നില്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കാണുന്നില്ല, അതുപോലെ കേരള ജമിയത്ത് ഉലമയെ പോലുള്ള സംഘടനകൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുന്നില്ല. ചെറിയ ചെറിയ പ്രസ്താവനകളൊക്കെ അവിടെ ഇവിടെയും നടത്തുന്നല്ലാതെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് അവർ മാറിയിട്ടില്ല. അതിന് കാരണം അവർക്കും അറിയാം. പക്ഷേ ഇവിടെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി സത്യത്തിൽ ഇപ്പോ ഈ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ റോള് VD സതീശനാണ്. ഇപ്പൊ നമ്മൾ ഇറാനിലൊക്കെ അയ്മത്തുള്ള ഖുമൈനി എന്ന് നമ്മൾ കേട്ടിട്ട് അവിടെ ഇസ്ലാമികമായിട്ടുള്ള താത്വികാചാര്യന്റെ വലിയ പ്രശ്നക്കാരനാണ്. അപ്പൊ ഇസ്ലാമിക താത്വിക അയ്മത്തുള്ള ഖുമൈനി റോളിലേക്കാണ് രാഹുൽ ഗാന്ധി മാറുന്നത്. കേരള ജമിയത്ത് ഉലമയുടെ പ്രസിഡന്റിനെ പോലെയാണ് ഗോവിന്ദ മാഷ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അറിവ് ഇസ്ലാമിക സ്റ്റേറ്റ്, ആ ഇസ്ലാമിക സ്റ്റേറ്റിന് അനുകൂലമായി നിൽക്കുന്ന ഒരു പറ്റം ആളുകളും മതേതര പാരമ്പര്യം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളുകളും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് പാർലമെന്റിനകത്ത് ഈ വിഷയത്തെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നോക്കി ഇവർ സംഘടിതമായി നിയമസഭയ്ക്കകത്ത് ഭേദഗതി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം അടക്കം ഇന്ന് ആദരണീയനായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ആ പ്രമേയം അടക്കം അറബിക്കടലിൽ തള്ളാൻ പോവുകയാണ്. കാരണം കുറെ കാലങ്ങളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 53,542 പ്രോപ്പർട്ടികളാണ് ഈ വഖഫ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. 1052 കേസുകളാണ് വഖഫ് കോടതിയിലുള്ളത്. ഈ വഖഫ് കോടതിയിൽ നിൽക്കുന്ന കേസിനകത്ത് 550 കേസുകളിൽ കക്ഷികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 550 മുസ്ലിം ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് വഖഫിനെതിരെ കേസ് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ പ്രോപ്പർട്ടിയാണ് തിരിച്ചെടുക്കുന്നത്. ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മളുടെ ചെല്ലാനത്തും നമ്മുടെ മുനമ്പത്തും എന്താണ് നടക്കുന്നതെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ സത്യത്തിൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വിഭജനത്തിന്റെ തന്ത്രത്തെ കൂടിയാണ് ഇന്ന് പാർലമെന്റിനകത്ത് ചോദ്യം ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, നോക്കൂ, UDF-ന്റെ കൂടെ എല്ലാ കാലഘട്ടത്തിലും ഉറച്ചു നിന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട മതമേലധ്യക്ഷന്മാർ പറയുന്നു, രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഇത് പാർലമെന്റിനകത്ത് ഈ ബില്ല് പാസ്സാക്കേണ്ടതുണ്ട്. സത്യത്തിൽ UDF-കാരും VD സതീശനും രാഹുൽ ഗാന്ധിയും ഒക്കെ സത്യത്തിൽ ഈ ക്രൈസ്തവ ജനതയോടും ക്രൈസ്തവ സമൂഹത്തോടും ചെയ്തിട്ടുള്ളത് പൊറുക്കാനാകാത്ത അപരാധമാണ്. കാരണം എല്ലാ കാലഘട്ടത്തിലും അവരുടെ പിറയിൽ സംഘടിത ശക്തിയായി നിന്നുകൊണ്ട് അവർക്ക് അനുകൂലമായി നിന്നവരാണ് ഇവിടുത്തെ ക്രൈസ്തവ സഭകളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും. ആ ക്രിസ്ത്യാനികൾ ഇപ്പൊ പേരിനാണെങ്കിൽ പോലും പാർലമെന്റിനകത്ത് പോയിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സംരക്ഷകനാകാൻ വേണ്ടി വന്നത് ഒരു സുരേഷ് ഗോപിയാണ്. അപ്പൊ ക്രിസ്ത്യൻ നാമധാരികൾ എന്ന പേരിൽ പാർലമെന്റിനകത്ത് പോയിരുന്ന ആളുകൾക്കൊന്നും ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പറയാനോ സാധിച്ചില്ല. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പറയാൻ ഉണ്ടായത് ഒരു ജോർജ് കുര്യനാണ്. ആ ജോർജ് കുര്യനെ രാജ്യസഭയിലായിട്ടുള്ള കേന്ദ്രമന്ത്രിയുള്ള BJP-കാരനാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിന്റെ ഒരു പൊതുസ്ഥിതിയാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഇതിനകത്ത് വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും മുസ്ലിം സമുദായത്തെ ട്രാപ്പിലാക്കാൻ അവർക്ക് സാധിക്കില്ല. ഇതിന്റെ സത്യാവസ്ഥ മുസ്ലിം സമുദായം തിരിച്ചറിയും. ഇതിനകത്ത് നമുക്ക് നോക്കൂ, ഇപ്പൊ സെക്രട്ടറി ഇതിനകത്ത് ഈ ഒരു വഖഫ് എന്ന് പറയുന്ന ബില്ലിനെ സ്വാഭാവികമായിട്ട് മുഴുവനായിട്ടും അതിനെ ഇല്ലാതാക്കുകയല്ല ചെയ്തത്. അതിനകത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചില കിരാത നിയമങ്ങൾ ഇതിനകത്തുണ്ട്, കിരാതമായിട്ടുള്ള ചില സെക്ഷനുകളുണ്ട്. ആ സെക്ഷനുകളെ മാറ്റേണ്ടതുണ്ട്. ഇപ്പൊ സെക്ഷൻ 40 എന്ന് പറയുന്നത് വിഷദംഷ്ട്രയാണ്. കാരണം എന്താണ്? ഒരു മതത്തിന്റെ വിഷദംഷ്ട്രയായിക്കൊണ്ട് മറ്റു മതത്തിൽപ്പെട്ടവരുടെയോ മറ്റു വ്യക്തികളുടെയോ സ്വത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഈ വിഷദംഷ്ട്ര. ആ വിഷദംഷ്ട്രയെ അടിച്ചു കൊഴിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 51A എന്ന് പറയുന്നതും 51(4) എന്ന് പറയുന്ന 2 ക്ലോസുകൾ. അപ്പൊ നോക്കൂ, ഇതൊക്കെ സത്യത്തിൽ ഇങ്ങനെയുള്ള ഇത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടതല്ല കേട്ടോ. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഏതെങ്കിലും വഖഫ് ബോർഡോ മുസ്ലിം സമുദായ പണ്ഡിതന്മാരോ ഞങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആവശ്യപ്പെട്ടതല്ല. മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി 1995-ലും 2013-ലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ വിഭജനത്തിന്റെ വിഷവിത്തുവാകുന്ന ആ പ്രസ്ഥാനം, മുസ്ലിം സമുദായത്തെ വെറും വോട്ട് ബാങ്കായി മാത്രം കാണുന്ന ആ പ്രസ്ഥാനം ചെയ്തിട്ടുള്ള കൊടും ചതിയാണ് ഈ രീതിയിലേക്ക് ഈ രാജ്യത്തെ വലിയ രീതിയിൽ വിഭജനത്തിലേക്ക് മാറ്റിയത്. അങ്ങ് മനസ്സിലാക്കണം, 2013 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ പോകുന്ന സമയത്ത് 123 പ്രോപ്പർട്ടികളാണ് ഈ വഖഫ് ബോർഡിന് കൊടുക്കുന്നത്. ആ പ്രോപ്പർട്ടിക്കകത്ത് ദർഗയുണ്ട്, ആ പ്രോപ്പർട്ടിക്കകത്ത് അമ്പലമുണ്ട്, ആ പ്രോപ്പർട്ടിക്കകത്തുമാണ് നമ്മുടെ പാർലമെന്റ് പോലും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നോക്കൂ, ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ആരെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അങ്ങ് സൂചിപ്പിച്ചാൽ അത് തലക്കെട്ട് പോലെ തന്നെയാണ്. ഞങ്ങൾക്ക് ആഹാരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതിയാണ് BJP ഉന്നയിക്കുന്നത്. ആ തുല്യനീതി ഉറപ്പുവരുത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അല്ല പ്രിന്റു, ഈ ബില്ല് ചർച്ചയ്ക്കെടുത്തതുകൊണ്ട് അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള വിശദാംശങ്ങൾ പോലുമല്ലേ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നോക്കൂ, പാർലമെൻറ്റ് മന്ദിരത്തിന് പുറത്ത് ഇന്ന് മുസ്ലിം സ്ത്രീകളാണ് അവർ നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചതും അതുപോലെ മധുരം വിതരണം ചെയ്തതും. അപ്പോൾ സാധാരണക്കാർ പോലും മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ അഭ്യസ്ത വിദ്യർ എന്ന് അവകാശപ്പെടുന്ന പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിലെ LDFൻ്റെയും അതുപോലെ UDFൻ്റെയും MP-മാർക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമോ ബോധ്യമോ ഇല്ലാതെ പോയല്ലോ. തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ നോക്കൂ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള ധീരമായിട്ടുള്ള നിലപാടുകൾക്കൊക്കെ, അതിന് പ്രത്യേകിച്ച് ഇടതുപക്ഷം വലതുപക്ഷം മുസ്ലിം വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇപ്പൊ ആർട്ടിക്കിൾ 370 കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞപ്പോൾ അതിന് ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറിയിട്ടുള്ളത് കാശ്മീരിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. നോക്കൂ, അവരൊന്ന് നോക്കൂ, തോക്കും വെടിവെപ്പും കല്ലേറുമായി നടന്നിരുന്ന അവൾ ഇന്ന് ആപ്പിളിന് സ്റ്റിക്കർ അടിച്ച് വരുമാനം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ മുത്തലാഖ് എന്ന് പറയുന്ന വിഷയത്തിന്റെ ഗുണഭോക്താക്കളായി മാറിയതാണ്. നോക്കൂ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ്. രാം മന്ദിർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ബിസിനസ് വളർച്ച ഉണ്ടായിട്ടുള്ള സമുദായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ഈ വഖഫ് ബിൽ ഭേദഗതി വരുത്തി കഴിഞ്ഞാൽ സത്യത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. കാരണം അത്രമാത്രം പ്രോപ്പർട്ടി അനാഥമായി നിൽക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ കയ്യിലാണ് ഈ സ്വത്ത് മുഴുവൻ. അത് പ്രൊഡക്റ്റീവായിട്ട് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്കും ഒരു തരത്തിലുള്ള 1 രൂപയുടെ ഉപകാരം പോലും ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാരണം മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇത് ചെലവഴിക്കേണ്ടത്, മതപരമായിട്ടുള്ള അവരുടെ ആശയ പ്രചരണത്തിനാണ് ചെലവഴിക്കേണ്ടത്, മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിഷ്ഠിക്കുന്ന ആളുകളുടെ സേവനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത്. അങ്ങനെ ഒരു സംവിധാനമല്ല ഈ പറയുന്ന വഖഫ് ഈ കേരളത്തിലും ഇന്ത്യയിലും. അത് സ്വാഭാവികമായിട്ട് ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി രാഷ്ട്രത്തിന്റെ ഒരു ഭാഗവാക്കായി നിന്നുകൊണ്ട് തന്നെ മതനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്യന്റെ വസ്തുവിലേക്കുള്ള കടന്നുകയറ്റം, അത് സമുദായത്തിന്റെ പേര് പറയുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വ്യക്തിക്കെതിരായി മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവന്റെ പ്രോപ്പർട്ടിയിലേക്കുള്ള കടന്നുകയറ്റത്തിന് അനുവദിച്ചു കൊടുക്കുകയാണ്. അതിന് അനുവദിച്ചു കൊടുത്തത് ഈ പറയുന്ന 95-ലെ ഈ സെക്ഷൻ 40 എന്ന് പറയുന്നതാണ്. അപ്പൊ ഒന്ന് നോക്കൂ, എൻ്റെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ താമസിച്ച് എൻ്റെ മണ്ണ് ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും വന്ന് ക്ലെയിം ചെയ്യപ്പെടുന്ന സമയത്ത് അത് സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടന തരുന്ന ഉത്തരവാദിത്തമാണ്. ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു പൗരന്റെ സ്വത്തിന്റെ അവകാശത്തിന്റെ സംരക്ഷണമാണ്. ആ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് സത്യത്തിൽ ഈ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ സത്യത്തിൽ ഈ കേരളത്തിൽ
മുനമ്പം പോലെയുള്ള ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ വളരെ അനുഗ്രഹമായി. കാരണം അങ്ങനെയാണല്ലോ. കാരണം 600ഓളം ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ പൂർവികരായിട്ട് വാങ്ങിയ സ്വത്ത്, തീരാധാരമുള്ള സ്വത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു പറ്റം ആളുകൾ ക്ലെയിം ചെയ്യപ്പെടുമ്പോൾ നഷ്ടമാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഈ ബില്ലിലൂടെ സാധിക്കുമായിരുന്നു. സാധിക്കാത്ത തരത്തിലേക്ക് ഈ ബില്ലിനെ മാറ്റിയെടുത്തതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ സസൂക്ഷ്മമായി ഇതിനെ പഠിക്കുന്ന സമയത്ത് ഈ ഇടത് വലത് മുന്നണികളുടെ ഈ വിഭജന രാഷ്ട്രീയം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് നമ്മൾ അതിനെ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ ബില്ല് വന്നതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കായിരിക്കും. കാരണം എന്താണ്, ഇസ്ലാം സമുദായത്തിന് എതിരാണെന്നുള്ള ഒരു പ്രൊപ്പഗാൻഡ ഇവർ പറഞ്ഞു വെക്കുന്നു. സത്യസന്ധമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇതിനൊപ്പം തന്നെ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പ് വരുന്നുണ്ട്. മുസ്ലിം പ്രാതിനിധ്യത്തോടൊപ്പം തന്നെ അശരണ അനുഭവിക്കുന്ന, അവശത അനുഭവിക്കുന്ന ചില മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ഉപസംഘടനകൾ, ഉപവിഭാഗങ്ങളുണ്ട്. അങ്ങ് സൂചിപ്പിച്ച പോലെ തോറ പോലെയുള്ള വിഭാഗങ്ങൾ, അവരുടെയും കൂടെ പ്രാതിനിധ്യം ഉറപ്പ് വരുത്തുന്നു. അപ്പൊ സസൂക്ഷ്മമായിട്ട് ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതും ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ് ഈ ബിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. യെസ്, വഖഫ് നിയമ ഭേദഗതി ബില്ലിൻ്റെ ചർച്ചയ്ക്കിടയിൽ കേരളത്തിലെ മുനമ്പം, അതുപോലെ തമിഴ്നാട്ടിലെ തിരുച്ചുന്തറൈ, ഈ രണ്ട് പേരുകളും കേന്ദ്ര മന്ത്രിമാരായ കിരൺ റിജിജുവും അതുപോലെ അമിത്ഷായും എടുത്ത് പറയുകയുണ്ടായി. ഇന്ന് രാവിലെ തൊട്ട് മുനമ്പത്തെ ജനങ്ങൾ എന്താണ് ലോക്സഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണ് ഈ ബില്ലിനെ അനുകൂലിക്കുന്നത്, ആരൊക്കെയാണ് എതിർക്കുന്നത് എന്നൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണ്. പ്രൊഫസർ റോണി, ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു. ആ അവസ്ഥയിലല്ലേ ഇപ്പോൾ കോൺഗ്രസ് ഇരിക്കുന്നത്? ഒരിക്കലുമല്ല. കോൺഗ്രസ് സ്വീകരിച്ചു വന്ന ഞങ്ങളുടെ നിലപാടുകൾ, ആ നിലപാടുകൾ ഒരിക്കൽ കൂടി ഉറക്കെ ഈ രാജ്യത്തെ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള ഒരു അവസരം തന്നെയാണ് ഇന്ന് ലോക്സഭയിൽ ഉണ്ടായത്. അല്ല, ഇനിയിപ്പോൾ ഡൽഹിയിൽ എങ്ങനെ കേരളത്തിലോട്ട് വരും? എങ്ങനെ കേരളത്തിലോട്ട് വരും? എങ്ങനെ മുനമ്പത്തുകാരെ ഫേസ് ചെയ്യും? കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി BJP കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിന് അധികം എങ്ങനെ തമ്മിലടിപ്പിക്കാനാണ് പ്രൊഫസർ റോണി? അതൊന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ പറഞ്ഞു, ഈ വഖഫ് നിയമം പാസ്സാക്കിയത് കൊണ്ട് ഉടനെ മുനമ്പം വിഷയം പരിഹരിക്കാൻ പറ്റുമെന്നൊന്നും ഉറപ്പു തരാൻ പറ്റത്തില്ല എന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് പാർലമെന്റിൽ വ്യക്തമായിട്ടുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സാകുന്നതോടുകൂടി പുതിയ നിയമത്തിൻ്റെ പരിരക്ഷ പൂർണ്ണമായും മുനമ്പത്തുകാർക്ക് ലഭിക്കുമെന്ന് ഇന്ന് പാർലമെന്റിൽ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. താങ്കൾ ആ ചർച്ച കണ്ടില്ലേ? കൃത്യമായി തന്നെ മുനമ്പത്തെ ആ ജനങ്ങൾക്ക് നീതി കിട്ടിയാൽ അത് ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായി തന്നെ ഇതിനകത്ത് അറിയാം, BJP ഇതിന്റെ അകത്ത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി, അല്ലാതെ ഈ മുനമ്പം വിഷയത്തെ ഒരു വിഷയമാക്കി മുന്നിൽ നിർത്തി അതിന്റെ പിന്നിലൂടെ തങ്ങളുടെ അജണ്ട ഇവിടെ കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി ഉള്ള നാടകം ഇവിടെ ഉണ്ടാക്കുകയാണ് എന്ന് ഞങ്ങൾക്ക്. പ്രൊഫസർ റോണി, കേന്ദ്രത്തിൽ BJP സർക്കാർ ഉള്ളത് കൊണ്ടല്ലേ സർ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചത്? നിങ്ങൾ 10 വോട്ടിന് വേണ്ടി എന്തൊക്കെ കള്ളങ്ങൾ ഇവിടെ തട്ടിവിട്ടു. നോക്കൂ, ഇവിടെ ലൂട്ടിംഗ് നടക്കുകയാണ്. വഖഫ് ബോർഡ് അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ മറവിൽ ലൂട്ടിംഗ്, കൊള്ള നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ആ കൊള്ള പൂർണ്ണമായും തടയുന്നതിന് നിയമപരമായിട്ടുള്ള ഒരു ഇടപെടൽ, അതിനെ നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? ഞങ്ങൾ ആരെയും ഭയക്കുന്നതല്ല. പക്ഷെ ഇവിടെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ കൃത്യമായി തന്നെ നടക്കുന്ന നുണപ്രചരണങ്ങൾ, ആ നുണപ്രചരണങ്ങളെ എക്സ്പോസ് ചെയ്യുക, തുറന്നു കാട്ടുക, അതിനുവേണ്ടി തന്നെയാണ് കോൺഗ്രസ് ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല പ്രൊഫസർ റോണി, അതൊന്ന് വ്യക്തമാക്കണം. എന്താണ് അവാസ്തവമായിട്ടുള്ള എന്താണ് പറഞ്ഞിട്ടുള്ളത് BJP? അല്ലെങ്കിൽ വസ്തുതയ്ക്ക് നിരക്കാത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്ത് കള്ളങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്? അതൊന്ന് പറയാമോ? എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിക്കാമോ? വളരെ കൃത്യമായിട്ട് തന്നെ ഇവർ പറഞ്ഞു, ഈ രാജ്യത്ത് ഒരു ഭരണഘടനാ വിരുദ്ധമായ നിയമം കഴിഞ്ഞ 30 വർഷമായി നിൽക്കുന്നു, അല്ലെ 1995 തൊട്ട് തന്നെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങളോട് കൃത്യമായി ചോദിച്ചു, ഈ രാജ്യത്തെ കോടതികളുണ്ടല്ലോ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതി 1995 വഖഫ് നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണെന്നോ അല്ല മത നിയമമാണെന്നോ ഇവിടെ ഈ കോടതി പ്രഖ്യാപിച്ചിട്ടില്ല. 2013 ഈ 1995 നിയമത്തിന് അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അന്ന് പാർലമെന്റ് യുനാനിമസ് ആയിട്ടാണ് അമെന്റ്മെന്റ് പാസ്സാക്കിയത്. അന്ന് BJP കൂടി ഈ അമെന്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്തു. അന്ന് BJPക്ക് ഈ 2013 ഈ അമെന്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ ഇത് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ നിയമമാണെന്നും, അല്ല ഈ പറയുന്ന ഈ രാജ്യത്തെ വഖഫ് ബോർഡുകൾക്ക് ഇവിടുത്തെ ആസ്തിയും അല്ലെ പ്രോപ്പർട്ടിയും മുഴുവൻ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾ പറയുന്ന വാദഗതി, അതുകൊണ്ട് അന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഉയർത്തിയില്ല. അപ്പോൾ വളരെ കൃത്യമായി ഇത് ഓരോ കാലങ്ങളിലും അന്ന് നിങ്ങൾ ഈ പറയുന്ന അമെന്റ്മെന്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, ഏകണ്ഠമായി. അതാണോ നിങ്ങളുടെ പ്രശ്നം? എന്തുകൊണ്ട് BJP എതിർത്തില്ല? അതാണോ നിങ്ങളുടെ വിഷയം?
അല്ല അതല്ല, കാരണം എന്താ, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളങ്ങളാ. പക്ഷേ ഈ അമെൻമെന്റ് കൊണ്ടുവരാനുള്ള നട്ടല് കാണിച്ചത് BJP അല്ലേ സർ? ഇല്ല, ഇതിനകത്ത് നെട്ടല് കാണിച്ചതിന്റെ എന്ത് റിസൾട്ട് ഉണ്ട്? ഇവിടെ ഞാൻ ഒറ്റ കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾ എത്രയോ നിയമങ്ങൾ ഓരോ കാലകാലങ്ങളെ കൊണ്ടുവന്നു. പൗരത്വ ഭേദഗതി നിയമം, ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു എത്രയോ ചർച്ചയുണ്ടായി, എത്രയോ സമര അല്ല, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇന്നിപ്പോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ ചോദിച്ചതും അതാണ്. നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു, നിങ്ങൾ മുസ്ലിങ്ങളിൽ ഭയം ഉണ്ടാക്കി, ഭയം ജനിപ്പിച്ചു. അതായത് CAA നടപ്പിലായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പൗരത്വമൊക്കെ റദ്ദാകും, അവരൊക്കെ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പ്രചരിപ്പിച്ചത് കോൺഗ്രസും നാട്ടിലെ ഇടതുപക്ഷമല്ലേ? എന്തുകൊണ്ട് ഇന്ത്യ എന്നിട്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ 2 വർഷം കൊണ്ട് എത്ര മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെട്ടു? ഞങ്ങളുടെ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം വന്നിട്ട് നിങ്ങൾ എത്ര പേർക്ക് പൗരത്വം കൊടുത്തു? അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന പുറത്തു നിന്നും ഈ പറയുന്ന റിലീജിയസ് പ്രോസിക്യൂഷൻ, മതപരമായ പീഡനങ്ങൾ കൊണ്ട് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന മുസ്ലിങ്ങളല്ലാത്ത മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ മാത്രം നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ മറ്റു വിഭാഗക്കാർക്ക് പൗരത്വം കൊടുത്തു. എത്ര ആളുകൾക്ക് നിങ്ങൾ പൗരത്വം കൊടുത്തു? അപ്പൊ വളരെ കൃത്യമാണെന്താ പൗരത്വം കൊടുക്കാൻ. കേരളത്തിൽ നിന്നുള്ള ഒരു സ്ത്രീക്ക് പോലും പൗരത്വം ലഭിച്ചത് വലിയ വാർത്തയായി വന്നതാണ്. പ്രൊഫസർ റോണിയാവൊന്നും അറിഞ്ഞില്ല. പലർക്കും അർഹതപ്പെട്ട പലർക്കും പൗരത്വം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ യാഥാർത്ഥ്യം വിസ്മരിക്കുകയാണ്. ഞാൻ വെല്ലുവിളിക്കാണ്, ചലഞ്ച് ചെയ്യുക. നിങ്ങൾ പറ, നിങ്ങൾ ഈ പറയുന്ന 2-3 വർഷമായി പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് തമ്മിലടിപ്പിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ ഇവിടെ മുഴുവൻ പറഞ്ഞത് നുണയാണെന്നാ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ അന്ന് CAA എതിർത്തത് എന്ത് പറഞ്ഞിട്ടായിരുന്നു? അതായത് ഈ പൗരത്വ നിയമ ഭേദഗതി നിയമം അത് നടപ്പിലായി കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദാകും, മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ പ്രചരണം നടത്തിയത് അല്ലേ? എന്നിട്ട് എന്തായി? ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായില്ലേ? അതുപോലെ മുത്തലാഖ് നിരോധനം അത് നടപ്പിലാക്കിയപ്പോൾ നിങ്ങൾ എന്ത് എതിർപ്പായിരുന്നു കാണിച്ചിരുന്നത്? അത് പക്ഷേ ഏറ്റവും പ്രയോജനകരമായത് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കല്ലേ, മുസ്ലിം സ്ത്രീകൾക്കല്ലേ? അതുകൊണ്ടല്ലേ അവർ ഇന്ന് പാർലമെൻറ്റ് മന്ദിരത്തിന് പുറത്ത് നിന്ന് നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചത്, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കറിയാം, അവർ പഠിക്കുന്നു, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവർക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. നിങ്ങളുടെ ഇമാതിരി ഭയപ്പെടുത്തൽ പരിപാടിക്ക് ഒന്നും ഒരടിസ്ഥാനവുമില്ല എന്ന് സാധാരണ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നു. കേരളത്തിലെ അടക്കം മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഭയം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ അങ്ങ് മാത്രം ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടില്ല, എനിക്കോട് പറയാനുള്ള ഒരു അവസരം ഓവർനൈറ്റ് കൊണ്ടല്ലോ, ഈ 145 കോടി ജനങ്ങളുള്ള രാജ്യത്തെ അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ടല്ലല്ലോ പൂർണ്ണമായിട്ടും ഒരു ഏകാധിപത്യത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നത്. അത് മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. ഇവിടെ ജർമ്മനിയിൽ പോലും അല്ലെ ഇറ്റലിയിൽ പോലും അവിടെ ഫാസിസം നാസിസം ഒക്കെ വന്നത് 1-2 മാസങ്ങൾക്കല്ല. ഞങ്ങൾ പറഞ്ഞതാ പൗരത്വ ഭേദഗതി നിയമം ഒരു തുടക്കമാണ്. എന്തിന്റെ? NPR-ഉം NRC പിന്നെ വരാൻ പോകുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറഞ്ഞത്, നാഷണൽ പോപ്പുലേഷൻ നാഷണൽ രജിസ്റ്റർ സിറ്റിസൺഷിപ്പ്, ഇത് 2 വരാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ സെൻസസ് നടത്താതിരിക്കുന്നത്. 15 വർഷമായി രാജ്യത്തെ സെൻസസ് നടന്നിട്ട് 2ാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ ഒരു സെൻസസ് നടന്നു 1951. 1961 ഇന്ത്യ ചൈന യുദ്ധം നടന്നു, അന്ന് സെൻസസ് നടന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു, അന്ന് സെൻസസ് നടന്നു. പക്ഷെ 2011 16 വർഷമായി സെൻസസ് നടന്നിട്ടില്ല. നിങ്ങൾ കാത്തിരിക്കുകയാണ്. ആ സെൻസസ് വന്നതിന് ശേഷം ഈ പറഞ്ഞ NPR-ഉം NRC-യും ഒക്കെ ഈ ഇതെല്ലാം ഓരോ ചൂടുകളാണ്. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ വിചാരധാരയിലും അല്ലെങ്കിൽ ഗോൾവാൾക്കറും സവർക്കറും ഒക്കെ അവരുടെ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞ RSSന്റെ ആ പ്രത്യയശാസ്ത്രങ്ങളുണ്ടല്ലോ, ആ ഇന്ത്യയെ ഒരു ഏകശിലാത്മകമായ ദേശീയതയിലേക്ക് നടത്തുക. ഇവിടെ ഈ പറഞ്ഞ വിചാരധാരയിലൊക്കെ കൃത്യമാർത്തിട്ടുണ്ട്. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ പൗരാവകാശങ്ങൾ പോലും ചോദിക്കാതെ അടിമകളായി കഴിയണം. ഇതിലേക്കുള്ള ചൂടുവയ്പ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. നിങ്ങൾ പറയുന്ന ഒരു മെരിറ്റ് ഞാൻ പറയട്ടെ. അല്ല പ്രൊഫസർ റോണി, അതല്ലേ ഞാൻ താങ്കളോട് പറഞ്ഞത്, ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഇതിലൊന്നും പരിഭവമോ പരാതിയോ ഇല്ല. പിന്നെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കുന്നത്? ഈ സാധാരണക്കാരായ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അല്ല പാവപ്പെട്ടവർക്ക് ഇതിനകത്ത് പരാതിയും പരിഭവവും ഇല്ല എന്ന് BJP അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇവര് വളരെ അതില്ലാത്തതുകൊണ്ടല്ലേ സാധാരണക്കാർ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ അവർ നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചത് സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകളാണ്. അവർക്ക് അങ്ങനെ യാതൊരു ആക്ഷേപവും ഇല്ലാത്തതുകൊണ്ടല്ലേ അവർ പുറത്തിറങ്ങി ജയ് വിളിച്ചത്. ഇനിയിപ്പോൾ അത് പറയും BJP കൊണ്ടുപോയി നിർത്തിയതാണെന്ന് പറയും. അല്ല
കാരണം ഉത്തർപ്രദേശിലൊക്കെ ഈ യോഗി ആദിത്യനാഥിന്റെ യോഗങ്ങളിലൊക്കെ ബുർക്ക ധരിച്ച അല്ലെ BJP-ക്കാർ തന്നെ ആളുകളെ അണിനിരത്തിയതിന്റെ നാടകങ്ങളൊക്കെ ഇവിടെ വളരെ കൃത്യമായി തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ TV-യിൽ കൂടെയും ഒക്കെ ഇന്ത്യയിലെ ആളുകൾ മുഴുവൻ കണ്ടിട്ടുണ്ട്. അവർക്ക് യഥാർത്ഥ മുസ്ലിം ജനങ്ങളാണോ അല്ലെങ്കിൽ BJP നാടകം കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാണെന്നൊക്കെ അത് അല്ലാതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് അതൊന്നും അല്ലല്ലോ ഈ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള. യോഗി ആദിത്യനാഥ് അങ്ങനെ മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ രണ്ടാം തവണ അതേ അധികാരത്തിലെത്തുമായിരുന്നോ? അത് കാരണം നിങ്ങൾ ഗുജറാത്തിൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഗുജറാത്തിൽ സംഘടനകൾ നാശം നടത്തിയതുകൊണ്ടല്ലോ കഴിഞ്ഞ 25 വർഷമായി BJP ഈ പറഞ്ഞ ഗുജറാത്ത് ഭരിക്കുന്നത്. നിങ്ങൾ അവിടെ വളരെ കൃത്യമായി തന്നെ ഡിവൈഡ് ആൻഡ് റൂൾ അതാണ് ഇപ്പോൾ ഓരോ നിയമങ്ങളിലൂടെ ഇപ്പോൾ വഖഫ് നിയമമാണെങ്കിലും അപ്പൊ ഇപ്പൊ ഇതിന്റെ ടാർഗറ്റ് കേരളത്തിന് പുറത്ത് ഒരിടത്തും ഈ വഖഫ് നിയമം ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, BJP-യുടെ വക്താവിന് മറുപടി പറയട്ടെ. ഈ പറയുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് 3-4 മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഈ ഏകനാഥ് ഷിൻഡെയുടെ ഗവൺമെന്റ് BJP പിന്തുണയ്ക്കുന്ന ഗവൺമെന്റ് അവർ 150 കോടി രൂപയാണ് മഹാരാഷ്ട്രയിലെ വഖഫ് ബോർഡിന് വേണ്ടി എന്തിനു വേണ്ടിയാ നിങ്ങൾ ഈ പറയുന്ന കള്ളരേഖകൾ നിങ്ങൾ പറയുന്ന കള്ള ഡോക്യുമെന്റുകൾ മറ്റുള്ളവരുടെ ഭൂമി മുഴുവൻ പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഡോക്യുമെന്റ്സ് മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി 150 കോടി രൂപ കൊടുത്തത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന BJP സപ്പോർട്ട് ചെയ്യുന്ന ഏകനാഥ് ഷിൻഡെ സർക്കാരല്ലേ? അപ്പോൾ ഇത് വളരെ കൃത്യമായി നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ ഓരോ നാടകങ്ങൾ ഉണ്ടാക്കിയ നിങ്ങൾ ഈ പറയുന്ന മണിപ്പൂരിൽ പോയി നിങ്ങൾ കുക്കികൾക്കെതിരെ ബെയ്ത്തുകളെ അണിനിരത്തി ബെയ്ത്തുകളെ പറഞ്ഞ് പേടിപ്പിച്ചു. മുഴുവൻ കുക്കികൾ നീക്കും. മണിപ്പൂരിലെ സംഘർഷം അവസാനിച്ചതാണ് ഇപ്പോ കോൺഗ്രസിന്റെ പ്രശ്നം. സംഘർഷമല്ല അല്ലെ, അവിടുത്തെ ജനങ്ങൾ അത്രമാത്രം 250 ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. അവിടുത്തെ ആയിരക്കണക്കിന് സ്ത്രീകളെ പരസ്യമായി റേപ്പ് ചെയ്യുന്നതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒന്നിച്ചു കാണാൻ വേണ്ടിയാ. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഓരോ സ്ഥലത്തും പോയി നിങ്ങൾ നിങ്ങളുടെ വിഭജന രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം നിങ്ങൾ അവിടെ പോയി ഈ പറയുന്ന അവിടുത്തെ ട്രൈബൽസിനെതിരെ അവിടുത്തെ മെയിൻ ലാൻഡിലുള്ള ജനങ്ങളെ സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന ജാർഖണ്ഡിൽ പോയി പറയുന്നു അവിടെയുള്ള ട്രൈബൽസ് മൊത്തം നുഴഞ്ഞു കയറ്റക്കാരാണ്, അവരവിടുത്തെ ജനങ്ങളുടെ നിങ്ങളുടെ സ്ത്രീകളെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുമെന്ന് പോയി പ്രചരിപ്പിക്കുന്നു. ഇന്ത്യ പ്രധാനമന്ത്രി പറയുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന അവരുടെ കാലുമാല ഉൾപ്പെടെ അവര് പിന്നെ ഈ ആളുകൾ മോഷ്ടിച്ചിട്ട് പോകും. നിങ്ങൾ കൃത്യമായി ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങൾക്ക് അധികാരം, BJP-ക്ക് അധികാരം. അപ്പോൾ അധികാരം കിട്ടാൻ വേണ്ടി ഇപ്പൊ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടെ ഈ കേരളത്തിലെ ഏറ്റവും നിങ്ങൾക്ക് ഇത്തരം നുണകൾ പ്രചരിപ്പിച്ചിട്ടും അധികാരത്തിൽ എത്താൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായി അതിലുള്ള നിരാശയുണ്ടാവും, അത് നിങ്ങൾക്കുണ്ടാവും, അത് പ്രകടമാണ്. ഞങ്ങൾക്ക് അധികാരമൊന്നുമല്ല പ്രശ്നം. ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം, ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കണം, ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണം. എല്ലാ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ തന്നെ ഈ ഇന്ത്യയുടെ ഭരണഘടന നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ 15, 16, 25, 26, 30 പൗരാവകാശങ്ങളുടെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറയുന്നത് മുഴുവൻ മതകോടതികളാണ്. എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അമെന്റ്മെന്റ് ബില്ലില് ഇത് ലോക്സഭ ചർച്ച ചെയ്ത അമെന്റ്മെന്റ് ബിൽ പറയാണ് മുസ്ലിം നിയമം അറിയാവുന്ന ഒരു പണ്ഡിതനെ വെക്കാം. ഇത്രയും കാലം നിങ്ങൾ എന്താ പറഞ്ഞിട്ട് നടന്നത്? ഈ മുസ്ലിം നിയമം അറിയാവുന്ന പണ്ഡിതനെ എന്ന് ശരീരത്തിന്റെ ആളാണ്, കാരണം ശരീരത്തെ നിയമത്തിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ മറ്റൊരു കാര്യം, ഈ 9.4 ലക്ഷം ഏക്കർ സ്ഥലം വഖഫ് ബോർഡിൽ ഇരിക്കുന്നു. അതിന് ഞാൻ കൃത്യമായിട്ടുണ്ട് 8 ലക്ഷം ഏക്കർ എന്ന് പറയുന്നത് ഖബർസ്ഥാനാണ്. ഇന്ത്യയിൽ 25 കോടിയാണ് മുസ്ലിങ്ങൾ. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ സംസ്കരിക്കണ്ടേ? നിങ്ങൾ 9.4 എല്ലാത്തിനും ഒരു വെള്ളിയാഴ്ചയും വ്യവസ്ഥയും വേണ്ടേ പ്രൊഫസർ റോണി? ഇപ്പൊ വഖഫ് ബോർഡ് അവർക്ക് എന്തും അവരുടെ അധീനതയിലാക്കാം അവർ വിചാരിച്ചാൽ. അങ്ങനെ ഒരു നിയമം, അതൊരു ഡ്രക്കോണിയൻ ലോ അല്ലേ? അത് അവസാനിപ്പിക്കേണ്ടതല്ലേ? അതിനല്ലേ ഒരു സർക്കാർ ഇവിടെ ഇരിക്കുന്നത്. സർക്കാരിന് അത് കണ്ടില്ല എന്ന് നടിക്കാനാവുമോ? അപ്പൊ മാത്രമല്ല നേരത്തെ പ്രിന്റോ അത് കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഈ വഖഫ് അധിനിവേശത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ആരാണ്? മുസ്ലിം സമൂഹം തന്നെയല്ലേ, അല്ലേ? അല്ലാതെ പറയാൻ പറ്റുമോ? ഇപ്പോൾ അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായിട്ട് ഈ വഖഫ് ബോർഡ് എന്നൊരു സംവിധാനത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ആ ഒരു ട്രാക്കിലേക്ക് ഈ സംവിധാനത്തെ കൊണ്ടുവരാൻ നരേന്ദ്രമോദി ഒരു നിയമ ഭേദഗതി അവതരിപ്പിച്ചു, അല്ലേ? ആ സർക്കാർ അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിച്ചതാണ് അല്ലെങ്കിൽ പുതിയൊരു നിയമം കൊണ്ടുവരുന്നതാണോ ഏറ്റവും വലിയ അപരാധമായിട്ട് കോൺഗ്രസ് കാണുന്നത്? നിങ്ങൾ BJP അല്ലെങ്കിൽ മോദി സർക്കാർ നിങ്ങൾ പറയുന്നതൊന്നാണ് ചെയ്യുന്നതൊന്നാണ്. ഞാൻ വളരെ കൃത്യമായി പറയാം. ഇവിടെ മുഴുവൻ വലിയ ഭീതി ജനങ്ങളുടെ ഇടയിലേക്ക് അഴിച്ചുവിട്ടു. വഖഫ് ആരുടെ ഏത് ഭൂമിയും വേണേലും അവരുടെ വഖഫ് ലാൻഡ് ആണെന്ന് പ്രഖ്യാപിക്കാം. നാളെ നിങ്ങളുടെ ഭൂമി മുഴുവൻ വഖഫിന്റേതായി മാറും. ഈ പറയുന്ന 9.4 ലക്ഷം സ്ഥലം ഇത് 2 തരത്തിലുണ്ട്. ഞാൻ പറയാം, ഒന്ന് വഖഫായി പ്രഖ്യാപിക്കുന്നത്, 2 വഖഫ് ബൈ യൂസ്.
ഈ 9.4 ലക്ഷം ഏക്കർ സ്ഥലത്തിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വഖഫ് ബൈ യൂസ് ആണ്. നിങ്ങൾ ഈ പറയുന്ന അമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് വഖഫ് ബൈ യൂസ് ആകാം. അപ്പോൾ ഇതുകൊണ്ട് ആർക്ക് നിങ്ങൾ പറയുന്നു ഈ രാജ്യത്തെ പാവപ്പെട്ട മുസൽമാന് അവന്റെ നഷ്ടപ്പെട്ടു പോയ ഭൂമിയിൽ അവകാശപ്പെട്ടും ഇത് മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ്. ഇതുകൊണ്ട് ഏറ്റവും അധികം നീതി കിട്ടാൻ പോകുന്നത് മുസ്ലിം സഹോദരങ്ങൾക്കാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്താണോ നിങ്ങൾ വിമർശിച്ചത്, എന്തിനാണോ നിങ്ങൾ ഏറ്റവും മോശമായ കാര്യമായി പറഞ്ഞത്, അതാണ് ഇന്ത്യയിലെ ഈ വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ബഹുഭൂരിപക്ഷ സംഘം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി അവരുടെ കൈവശമുള്ള അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ്. അതാണ് വഖഫ് ബൈ യൂസ് എന്ന് പറയുന്നത്. അല്ല, അവിഹിതമായി അന്യായമായി ഒന്നും ഉണ്ടാക്കിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത് താങ്കൾ? ഇങ്ങനെ അന്യായം ഈ രാജ്യത്ത് നിങ്ങൾ പറയുന്നത് എന്താ പറയുക, ഇതിനകത്തൊക്കെ നമുക്ക് കൃത്യമായി വിയോജിപ്പുണ്ട്. നിങ്ങൾ പറയുന്നത് എന്താ പറയുക, ട്രൈബ്യൂണൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നരേറ്റീവ് എന്ന് പറയുന്ന ഒരു കെട്ടുകഥയാണ് ഇത് മുഴുവൻ ധരിപ്പിച്ചത്. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. റിട്ട് പെറ്റീഷൻ ഇന്ത്യൻ ഭരണ ഏറ്റവും വലിയ അവകാശം ആർട്ടിക്കിൾ 32 ഡോക്ടർ BR അംബേദ്കർ പോലും ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32. കാരണം എന്താ, നമുക്ക് റിട്ട് വഴി സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ആർക്ക് വേണമെങ്കിലും പോയി ചോദ്യം ചെയ്യാം. നമുക്ക് ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഏത് വിധിയും ഇന്ത്യയിലെ ഏത് കോടതിയിലും ഈ അടുത്ത് തന്നെ കണ്ടു കാണും. നമ്മൾ മലബാറിലെ ഏതോ ഒരു പോസ്റ്റ് ഓഫീസിലെ രണ്ടുപേർക്കെതിരെ അവിടുത്തെ ഒരു വഖഫ് ബോർഡ് എടുത്ത കേസ് ഹൈക്കോടതി സ്ക്വാഷ് ചെയ്തു. കാരണം കോടതിക്ക് റൈറ്റ് ഉണ്ട്. അല്ല, അത് ഇതുമായിട്ട് ചേർത്ത് വായിക്കരുത്. ഇതിൽ കൊണ്ടുവരേണ്ട അതല്ല. അത് താങ്കൾ ഇപ്പൊ പറഞ്ഞത് പോസ്റ്റ് ഓഫീസിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേസാണ് വഖഫ് ട്രൈബ്യൂണൽ എടുത്ത കേസിനെതിരെയാണ് അവർ കേരള ഹൈക്കോടതിയിൽ വന്ന് കേരള ഹൈക്കോടതി ആ കേസ് സ്ക്വാഷ് ചെയ്തു. ഇപ്പോൾ ഇവിടെയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഇവിടുത്തെ വഖഫ് ബോർഡ് മതകോടതി ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും BJP ഭരിക്കും ഉത്തർപ്രദേശിൽ അവിടെ വഖഫ് ബോർഡിനെ ആരെ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? BJP ഗവൺമെന്റ് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അല്ലാതെ പാലക്കാട് ശിഹാബ്ദങ്ങളാണോ കേരളത്തിലോ? പ്രിന്റ് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. താങ്കൾ ഇതുവരെ പറഞ്ഞതിന് ചില മറുപടി അദ്ദേഹത്തിന് പറയാനുണ്ട്. യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി CK ഷാക്കിറും അതുപോലെ സാമൂഹ്യ നിരീക്ഷകൻ സ്റ്റാലിൻ ദേവനും എത്തിയിട്ടുണ്ട്. അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പ്രിന്റുവിന് മറുപടി പറയാൻ ഒരു അവസരം നൽകുകയാണ്. പ്രിന്റു, പെട്ടെന്ന്. പറയാം. അങ്ങ് ഇതൊരു അക്കാദമിക് ചർച്ച ആയതുകൊണ്ട് ബഹളത്തിനപ്പുറത്തേക്ക് ഈ സത്യം ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ടല്ലോ. അദ്ദേഹം നേരത്തെ പറഞ്ഞ ആദ്യത്തെ കാര്യം 95-ലെയും 2013-ലെയും ഈ വഖഫ് ഭേദഗതിയെ BJP പിന്തുണച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. പച്ചക്കള്ളമാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങ് പറയുന്ന സെക്ഷൻ 40 നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധവും മതനിയമം അനുശാസിക്കുന്നതാണ് സാർ. സെക്ഷൻ 40 എന്ന് പറയുന്നതിനെ ഭേദഗതി വരുത്തിക്കൊണ്ട് വഖഫിന് അതിനുള്ള അനുവാദം കൊടുത്തത്, അതായത് എൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് അത് വഖഫ് ചെയ്തതാണെന്നുള്ള ഒരു വാക്കാലുള്ള വഖഫാണെങ്കിൽ പോലും അത് കടന്നു കയറി അതിനെ സ്ഥാപിച്ചെടുക്കാനുള്ള അവകാശം കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. ആ സെക്ഷൻ 40 എങ്ങനെയാണ് നിങ്ങൾ ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ടുള്ള സംവിധാനമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അങ്ങ് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ്. ആ അന്തിമമായ വിധി, ആ വിധിയെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ ഒരു കോടതിക്കും സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങളൊരു പിണറായി സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചല്ലോ. എന്താണ് ആദരണീയായി അന്ന് ഹൈക്കോടതി എന്താ പറഞ്ഞത്? ആ ജുഡീഷ്യൽ കമ്മീഷന് സാധുതയില്ല, വഖഫ് ട്രൈബ്യൂണൽ കോടതിക്കാണ് അന്തിമ വിധി എന്ന് കേരളത്തിലെ സിംഗിൾ ബെഞ്ചിലാണ് പറഞ്ഞത്. അപ്പൊ അങ്ങ് ഈ പറയുന്നത് പൊള്ളത്തരമല്ല സാർ. അപ്പൊ നിങ്ങൾ ഈ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളെ വൈകാരികമായിട്ട് ഇങ്ങനെ പ്രക്ഷുബ്ധത ഉണ്ടാക്കിയിട്ട് അതിലെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താതെ സത്യസന്ധമായിട്ട് നിങ്ങൾ ഈ കാര്യത്തെ സമീപിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളത് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന മുട്ടാപ്പാക്ക് ന്യായം കൊണ്ടൊന്നും കേരളത്തിലെ ജനത ഇതൊക്കെ തിരിച്ചറിയും, ഇന്ത്യയിലെ ജനതയെ തിരിച്ചറിയും. അങ്ങ് പറഞ്ഞല്ലോ ഇതൊരു മുനമ്പത്തെ മാത്രം വിഷയമാണെന്ന്. എങ്ങനെയാണ് മുനമ്പത്തെ മാത്രം വിഷയമാവുക? 2024 ഡിസംബറിലെ വാംസി എന്ന് പറയുന്ന ആ ഒരു പോർട്ടലുണ്ട്, വഖഫിന്റെ സ്വത്ത് വിവരങ്ങൾ അങ്ങ് പരിശോധിച്ചാൽ സാധിക്കും. അതിൽ 53,432 കേസുകളാണ് ഇവിടെ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. അപ്പൊ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ വഖഫ് സ്വത്തിന് വേണ്ടിയുള്ള വലിയ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അത് ബാധിക്കാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെയുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളെയുണ്ട്, അമ്പലങ്ങളെയുണ്ട്, ദർഗകളെയുണ്ട്, മദ്രസകളെയും കൂടിയുണ്ട്, മുസ്ലിം സമുദായം നടത്തുന്ന മദ്രസകളെയും കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയൊരു വിഷയത്തെയാണ് അഡ്രസ് ചെയ്തുകൊണ്ട് അതിന് ശാശ്വതമായ പരിഹാരം നടത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന് ഗുണകരമായ പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സമുദായത്തെ ദ്രോഹിച്ചു എന്ന് പറയുന്നത്? അതിൽ എന്തർത്ഥമാണ് അങ്ങ് പറയുന്നത്? ഒരു തരത്തിലും ഇത് ദ്രോഹമില്ല. ഇപ്പൊ നോക്കി, ഇപ്പൊ ഞാൻ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള യൂത്ത് ലീഗിന്റെ സാക്കിറിന്റെ ഈ പ്രായ കാലയളവിൽ പോലും സാക്കിറിന് പോലും വഖഫ് ബോർഡിന്റെ 1 രൂപയുടെ ഒരു ഏതെങ്കിലും തരത്തിൽ
ഇനാമോ ഏതെങ്കിലും വിഹിതമോ അദ്ദേഹത്തിന്റെ ദൈനംദിന മതപ്രവർത്തനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങ് സാക്കിറിനോട് ചോദിച്ചു ഏതെങ്കിലും തരത്തിൽ ഒരു കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും വഖഫ് ഭൂമിയുടെ ഒരു സ്വത്തിന്റെയോ അതിന്റെ പ്രോപ്പർട്ടിയുടെ ഒരു തരത്തിലുള്ള മതപരമായിട്ട് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു സിംഗിൾ വിൻഡോയിലേക്ക് ഈ സ്വത്തുക്കളെ കൊണ്ടുവരുന്നു. അതിനിപ്പോ നമുക്ക് സച്ചാർ കമ്മിറ്റി ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ലല്ലോ. സച്ചാർ കമ്മിറ്റികൾക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് വഖഫ് ഭേദഗതി കൊണ്ടുവരണം. വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുന്നു. കാര്യക്ഷമമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വഖഫിൽ നിന്ന് 12,000 കോടി രൂപയുടെ വരെ വരുമാനം കിട്ടാൻ സാധിക്കും. അങ്ങനെ 12,000 കോടി രൂപയുടെ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ വഖഫിന്റെ ഒക്കെ ഒരു വരുമാനം 12.2 കോടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 9 ലക്ഷം ഏക്കറും അതിനനുസരിച്ച് 10,000 കെട്ടിടങ്ങളും ഉള്ള ഈ ഭാരതത്തിൽ വഖഫിന്റെ ഇൻകം എന്ന് പറയുന്നത് വെറും 12.2 കോടിയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കി കൂടെ ഈ പറയുന്ന സ്വത്ത് കൈകാര്യം ചെയ്തത് ആരാണെന്നും ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്നും ഒക്കെ അറിയാമല്ലോ. ഇപ്പൊ കോഴിക്കോട് ടൗണിലൊക്കെ നിങ്ങൾ പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങ് പറഞ്ഞോളൂ, എന്റെ സമയം എടുക്കുന്നില്ല. പ്രിന്റു ഞാൻ വരാം. ഷാക്കിറിനോട് ഒരു ചോദ്യം പ്രിന്റു ചോദിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഈ വഖഫിൻ്റെ ആ ഒരു ആനുകൂല്യം, എന്തെങ്കിലും ആ സ്വത്തിൻ്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? താങ്കളുടെ മതപരമായ പ്രവർത്തനത്തിന് ലഭിച്ചിട്ടുണ്ടോ? നോക്കൂ ഷാക്കിർ, ബിൽ ഇസ്ലാം വിരുദ്ധമല്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. വഖഫ് സ്വത്ത് പാവപ്പെട്ട മുസ്ലിങ്ങളുടേതാണ്. വഖഫ് ദാനമാണ്, അതിന് മഹത്വമുണ്ട്. നിയമ ഭേദഗതി എന്തിനാണ് കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വഖഫിൻ്റെ പേരും പറഞ്ഞുള്ള ഈ അഴിമതി, ഈ കൊള്ള അത് അവസാനിപ്പിക്കാനാണ്. രാജ്യത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് വേണ്ടി എങ്കിലും ഈ നിയമ ഭേദഗതിയെ സ്വാഗതം ചെയ്യേണ്ടതല്ലേ? പക്ഷേ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ മുഖം തിരിഞ്ഞ് നിൽക്കുന്നു. എന്തുകൊണ്ട്? ഒന്ന്, ഈ വഖഫ് എന്താ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. വഖഫ് പിന്നെ പല രീതിയിലുള്ള വഖഫുണ്ട്. ഒന്ന് അതായത് ആകത്തുക ഇത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ ദൈവത്തിന്റെ മാർഗത്തിൽ എൻ്റെ സ്വത്ത്, ആരാൻ്റെ സ്വത്തല്ല, എൻ്റെ സ്വത്ത് ദാനം ചെയ്യുകയാണെങ്കിൽ അത് നീക്കി വെക്കുന്നതാണ് വഖഫ്. അത് മറ്റാരുടെയെങ്കിലും കയ്യേറിയതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതവിശ്വാസികൾ പിടിച്ചെടുത്തതോ ആയാൽ അത് വഖഫ് ആവില്ല. അത് ശരിയല്ല, അന്യായമാണ്. ആദ്യം അടിവരയിട്ട് പറഞ്ഞു തരാം. ഇവിടെ എൻ്റെ സുഹൃത്ത് ചോദ്യം എനിക്ക് വല്ല ആനുകൂല്യം കിട്ടും, അതല്ല ഞാൻ പറഞ്ഞു വരാം. ഇപ്പൊ അനാഥശാലകൾക്ക് വേണ്ടി വഖഫ് ചെയ്യാറുണ്ട്. അതെന്തിനാണ്? അനാഥ മക്കളെ, അനാഥകളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ സ്വത്ത് നീക്കി വെക്കുന്നു. പള്ളികൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. മക്ബർ, അതായത് പിന്നെ മയ്യത്ത് മറവ് ചെയ്യുന്ന സ്ഥലത്തിന് വേണ്ടി കൊടുക്കാറുണ്ട്. അഗതികളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അതുപോലെ ധർമ്മസ്ഥാപനങ്ങൾക്കൊക്കെ നീക്കി വെക്കാറുണ്ട്. ഓരോ ലക്ഷ്യം, അത് വാക്കിഫ് എന്ന് പറയുന്ന ഈ ഭൂമി അല്ലെങ്കിൽ സ്വത്ത് വഖഫ് ചെയ്യുന്ന ആൾക്കൊരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ലക്ഷ്യത്തിനെ അതിൽ ചെലവഴിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് 9 ലക്ഷം കോടി ഭൂമി എടുത്തിട്ട് ഇന്ത്യയിലെ മുസ്ലിമുകൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഈ അമിത്ഷാ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ലേ, ഗുജറാത്തിലെ പഴയ ആഭ്യന്തരമന്ത്രി തന്നെയല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ? 2002, 2003 ഉള്ള ആൾ തന്നെയല്ലേ? അറിയാലോ അമിത്ഷാ ആരാണെന്നുള്ളത്. നിങ്ങളിത് കൃത്യമായി പറയാം. നിങ്ങളിത് എന്താ പറയാ, ഹൈന്ദവ മതവിശ്വാസികളിലോ അല്ലെ മറ്റ് 25ഓളം വരുന്ന മതവിശ്വാസികളുടെ ആരാധനാലയം അല്ലെങ്കിൽ ഇതേപോലെയുള്ള നിയമങ്ങളിൽ ഒന്നും ഇടപെടാതെ ഇസ്ലാമിക മതവിശ്വാസികൾ ദൈവമാർഗത്തിൽ നീക്കിവെച്ചിട്ടുള്ള ഭൂമിയിൽ ഇങ്ങനെ നിങ്ങൾ ദുരുദ്ദേശത്തോടെ ഇടപെട്ട നിയമം കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്. എന്നിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടെ ഏറ്റവും ഞാൻ സംസാരിക്കുക ജനൻ ടി വിയിലാണെന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത് തെറ്റിദ്ധാരണ പരത്താതെ സത്യസന്ധമായി വിഷയത്തൊന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ബോധ്യമാകും. ഇവിടുത്തെ രാഷ്ട്രീയ താങ്കളെപ്പോലുള്ളവർക്കാണ് മനസ്സിലാവാത്തത്, വസ്തുതകൾ മനസ്സിലാക്കാത്തത് താങ്കളെപ്പോലുള്ളവരാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഇന്ന് പാർലമെന്റ് മന്ദിരത്തിന് മുന്നേ മുസ്ലിം സ്ത്രീകൾ നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുന്നു, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. അവരൊക്കെ ഇപ്പോഴും മൂഢസ്വർഗത്തിലാണെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എൻ കെ പ്രേമചന്ദ്രനും അതുപോലെ തന്നെ സ്റ്റാലിനും അതുപോലെയുള്ള നേതാക്കന്മാരും ഒക്കെ ഇതിനെതിരെ ഇപ്പൊ പാർലമെന്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ ചർച്ച നടത്തുന്ന സമയത്ത് ഈ സമയത്തും പാർലമെന്റിനകത്ത് ഈ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പ്രേമചന്ദ്രന്റെ കെ സി വേണുഗോപാലോ ഇവരൊന്നും ഇസ്ലാം മത വിശ്വാസികളല്ലല്ലോ. ഇവർ നല്ല അജണ്ടയുണ്ട്, വ്യക്തമായ അജണ്ടയുണ്ട്. ഒരു അജണ്ട ഉണ്ട് അവർക്ക്. കേരളത്തിലെയും രാജ്യത്തെയും മുസ്ലിങ്ങളെ എന്നും ഭയം എന്ന ആ ഡെമോക്രസ് വാളിന്റെ കീഴെ ഇങ്ങനെ അണിനിരത്തണം, എങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. മുസ്ലിം ലീഗ് അടക്കം ഉള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ മുസ്ലിങ്ങൾ എന്നും അരക്ഷിതാവസ്ഥയിലാണ് എന്ന ബോധം അവരിൽ അടിച്ചേൽപ്പിക്കണം.
ആ ഒരു അജണ്ടയാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ വൈകിയാ വന്നതിന് പറയാൻ 2 മിനിറ്റെങ്കിലും പറയാൻ സമ്മതിക്കും. അതായത് ഈ ഇന്ത്യയിൽ ആകെ 15% മുസ്ലിങ്ങളുള്ളൂ. ആ 15% മുസ്ലിങ്ങളിൽ തന്നെ വിവിധ പാർട്ടിക്കാരും പല രീതിയിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ JDU നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂടെയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മളെ TDP ഇവരൊക്കെ ഇപ്പൊ NDAയുടെ കൂടെയാണ്. ഇവർക്കൊക്കെ വോട്ടർമാരാരെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇവരൊക്കെ കഴിച്ചിട്ടുള്ള ആളുകൾ ഈ ചെറിയ ശതമാനത്തിന്റെ വോട്ട് ലക്ഷ്യമാക്കിയിട്ടല്ല ഈ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും മതേതര വിശ്വാസികളും ഈ രാജ്യം നിലനിൽക്കണം. ഈ രാജ്യത്തിന്റെ ഒരു സവിശേഷത എന്താണ്? ഈ രാജ്യത്തിന്റെ സവിശേഷത വൈവിധ്യങ്ങളിൽ നിന്നുള്ള ഏകത്വമാണ്. എത്ര മനോഹരമായി സന്തോഷത്തോടെ എല്ലാ മതവിശ്വാസികളും അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കുന്നു, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു, അവർക്ക് ആവശ്യമായ പ്രബോധനങ്ങൾ നടത്താൻ വരെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നല്ല നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിൽ ദയവ് ചെയ്ത് തെറ്റിദ്ധാരണ വരുത്തല്ലേ. ഇവർക്ക് ആർക്കും ഒരു രാഷ്ട്രീയ ലാഭത്തിനല്ല, ഇവർ ഇന്ത്യ രാജ്യത്ത് സ്നേഹിക്കുന്നു. നമ്മളെല്ലാവരും ഇന്ത്യയെ സ്നേഹിക്കുന്നു. ആ ഇന്ത്യയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ മനുഷ്യരെയും തുല്യനീതിയോടെ കാണുക, എല്ലാവർക്കും രാജ്യത്തിന്റെ ഭരണഘടനയും അതുപോലെ നിയമങ്ങളും. ഇത് നേരത്തെ ബഷീർ സാഹിബ് ഇവിടെ പറഞ്ഞു. അല്ലല്ല കാശിയിലെ ക്ഷേത്രത്തില് ഇപ്പൊ കോടതി പറഞ്ഞല്ലോ, അവിടെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരും എല്ലാവരും അവിടെ ഹൈന്ദവ മതവിശ്വാസികൾ മാത്രമേ പാടുള്ളൂ. ഇപ്പൊ നമ്മുടെ കേരള ഹൈക്കോടതി അടുത്ത കാലത്ത് ഒരു നിയമം പറഞ്ഞു. അതായത് ഒരു സംശയാസ്പദമായ രീതിയിൽ ഒരു കമ്മീഷണറുടെ പേര് കണ്ടപ്പോ നിർബന്ധമായിട്ടും അത് ഹിന്ദുമത വിശ്വാസിയാവണമെന്ന് പറഞ്ഞു. അതെന്താണ്? ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യേണ്ടത് ഹൈന്ദവ മതവിശ്വാസം, അത് വിശ്വാസപരമായ കാര്യമാണ്. ഈ വഖഫ് എന്നുള്ളത് വിശ്വാസപരമായ കാര്യമാണ്. അത് ഇസ്ലാം മതവിശ്വാസിൽ കൈകാര്യം ചെയ്യേണ്ടതല്ലേ? വേറെ ആർക്കെങ്കിലും അതിനെ കൊണ്ട് വല്ല പ്രയാസമുണ്ടോ? നിങ്ങൾ ദയവ് ചെയ്തിട്ട് അറബിക്കടലിനും അവകാശമൊന്നും അനിൽ സാർ സാക്കിറിനോട് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ ഒരു സിമ്പിൾ ഒരു ചോദ്യം. ആദ്യം വഖഫിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ പോലെ ഹദീസോ സൂറത്തോ ആയത്തോ ഞങ്ങൾ പഠിച്ചിട്ടില്ല. അങ്ങ് വഖഫ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഒരു വ്യവസ്ഥയോടുകൂടി എഗ്രിമെന്റോടുകൂടി ഒരു വഖഫ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ? എന്നിട്ട് സിമ്പിൾ ചോദ്യമാണ്, യെസ് ഓർ നോ. ഒരു വ്യക്തിക്ക് വ്യവസ്ഥയോട് കൂടിയിട്ട് വഖഫ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ? അത് വഖഫ് ആകുമോ? സാധിക്കും. എങ്ങനെ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ കൃത്യമായി, അതായത് എന്റെ ഇന്ത്യൻ നിയമപ്രകാരം മറുപടി പറയട്ടെ. ഇന്ത്യൻ നിയമപ്രകാരം ഞാൻ പറയട്ടെ പ്ലീസ് ഒന്ന് ഞാൻ മുഴുവൻ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യൻ നിയമപ്രകാരം എൻ്റെ ഭൂമിയാണെങ്കിൽ മാത്രമേ, രേഖാപരമായി കൃത്യമായി എൻ്റെതാണെങ്കിൽ മാത്രമേ എനിക്ക് വ്യവസ്ഥ പ്രകാരം വഖഫാക്കാൻ പറ്റുള്ളൂ. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഏത് ഭൂമിയും വാക്കാനോ അല്ലെങ്കിൽ കയ്യേറാനോ ഈ 40 നിയമം ഇപ്പൊ എടുത്തു കളഞ്ഞ നിയമപ്രകാരം സാധിക്കും തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെയല്ല. എൻ്റെതാണെന്ന് ഞാൻ നികുതി അടക്കുന്ന ഭൂമി, ഞാൻ കൈവശം വെച്ച് പോരുന്ന ഭൂമി, എനിക്ക് ആധാരമുള്ള ഭൂമി, കുടിക്കട പ്രകാരം ഒക്കെ നമുക്ക് രേഖാപരം ക്ലിയറായ ഭൂമി മാത്രമേ എനിക്ക് വഖഫ് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ എന്തിനാ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അവിടെ നിങ്ങൾ പുതിയ നിയമത്തിൽ പറയുന്നത് അങ്ങനെയാണ്, രേഖകൾ വേണം. എന്റെ ചോദ്യം സിമ്പിളാണ്. എന്റെ ചോദ്യം സിമ്പിളാണ്. ഇപ്പോ സേട്ട് ഒറ്റ മിനിറ്റ് ഇപ്പോ നിങ്ങൾ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സേട്ട് കൃത്യമായിട്ട് വഖഫ് ചെയ്തു എന്നങ്ങ് പറയുന്നു. അതിന്റെ പേരാണ് വഖഫോട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ഭൂമി നഷ്ടപ്പെട്ടത്. ഈ സേട്ട് കൃത്യമായിട്ട് അതിനകത്തൊരു എഗ്രിമെന്റ് വെച്ചിരുന്നു. ഫറൂഖ് കോളേജ് ഏതെങ്കിലും വിധത്തിൽ ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ മറ്റാവശ്യത്തിനോ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ചെന്റെ കുടുംബത്തിലേക്ക് തന്നെ തരണം, അല്ല എന്റെ കുടുംബത്തിലേക്ക് തന്നെ വരണം എന്ന് പറയുന്ന ഒരു സാധനം അത് വഖഫാണോ സാർ? അത് വഖഫാണോ? പക്ഷേ അവിടെയും വഖഫല്ലാത്തൊരു ഭൂമിയാണ് വഖഫിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അധികാര കൈകയറ്റം നടത്തിക്കൊണ്ട് 600ഓളം കുടുംബങ്ങൾ തെരുവിൽ കിടന്ന് സമരം വിളിക്കുന്നത് സാർ. അപ്പൊ അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് അങ്ങ് പറയല. അപ്പൊ ഇതിനെ എഗ്രിമെന്റ് ഉള്ളതാണെന്ന് പറയാം. എന്നോട് ചോദ്യമാണെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞുതരാം. ഞങ്ങളുടെ നിലപാട് പറഞ്ഞുതരാം. ആ വിഷയം നമ്മുടെ നിലപാട് പറഞ്ഞുതരാം. ഈ മുനമ്പം വിഷയവും ഇപ്പൊ പാർലമെന്റിൽ ചർച്ച നടക്കുന്ന വഖഫ് ബില്ലും ഒരിക്കലും ബന്ധപ്പെടുന്നില്ല. അതും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാണ്. മുനമ്പത്തെ ഏതെങ്കിലും അവിടെ താമസിച്ച ആള് ഇറക്കി വിടണമെന്നോ ആരും പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് ഞാൻ ചോദിക്കട്ടെ, അടിസ്ഥാനത്തിലാണ് 600 കുടുംബങ്ങൾക്ക് അവിടുത്തെ ഭൂമി നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്? അല്ല, 600 കുടുംബങ്ങൾക്ക് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഭൂമി നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്?
ഇന്ത്യൻ പീനിയൽ കോഡിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണോ? നിങ്ങൾ ഈ ചർച്ച കൊണ്ട് ലക്ഷ്യം. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടിനും രണ്ടായി കാണല്ലേ? അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു ട്വിസ്റ്റ് നടത്തല്ലേ? നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയാം, എനിക്ക് പറയാൻ ചാൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം സാക്കിറെ, ഞങ്ങൾ അതൊന്നുമല്ല. ഞാൻ പറയാം, നിങ്ങൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പം ദയവ് ചെയ്തിട്ട് ഇപ്പൊ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുൻപം വിഷയം ചർച്ച ചെയ്യാൻ ഈ അവസരം. മുൻപം വിഷയത്തിൽ നമ്മളൊക്കെ സ്റ്റാൻഡ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ല തെറ്റി പറയുന്നുണ്ട്. അവിടെ എന്നല്ല, എവിടെയായാലും ഒരു മനുഷ്യനും കുടിയിറക്കുന്നതിനോട് പറയട്ടെ, അല്ല എനിക്ക് പറയാൻ സമയമില്ലേ? പിന്നെ ഞാൻ എന്തിനാ വെറുതെ പഠിക്കുന്നത്? ശ്രീ അനിൽ നമ്പ്യാർ എന്നെ പറയാൻ സമ്മതിക്കാൻ പറയൂ. അദ്ദേഹം പറയുമ്പോൾ ഞാൻ കേട്ട് മുനമ്പം വിഷയവും വഖഫ് ബില്ലും തമ്മിൽ ബന്ധമില്ല. അതായത് ഈ മുനമ്പത്തിൽ നിന്നല്ല, ഒരു സ്ഥലത്ത് നിന്നും അവിടെ താമസിക്കുന്ന മനുഷ്യരെ ഇറക്കി വിടുന്നതിനോട് ആരും യോജിക്കുന്നില്ല. അങ്ങനെ ദയവ് നിങ്ങൾ തെറ്റിദ്ധാരണ വരുത്താണ്. ആ വിഷയം പരിഹരിക്കാൻ കേരള ഗവൺമെന്റിന് വളരെ ഈസിയായി സാധിക്കും. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇത് ഇന്ത്യ രാജ്യത്ത് അല്ല, നിങ്ങൾക്ക് പ്രശ്നം എന്താ അറിയോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുമെന്നുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. രാഷ്ട്രീയ ലാഭമാണ് നിങ്ങളുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താ അറിയോ? ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസികളും സന്തോഷത്തോടെ അവരുടെ വിശ്വാസം അനുസരിച്ച്, അവരുടെ മതവിശ്വാസം അനുസരിച്ച്, അവരുടെ ആചാരം അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഞാൻ പറയുന്നത് സത്യമല്ലേ? ഞാൻ പറയുന്നത് സത്യമല്ലേ? അതാണല്ലോ ചർച്ച. അല്ല ഷാക്കിറെ, അപ്പൊ ഈ തിരുച്ചെന്തുറയിലെ ഒരു ഗ്രാമം മൊത്തം വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞതും പറഞ്ഞതിലും ഒരു കുഴപ്പമില്ല അല്ലെ? അമ്പലം അടക്കം വഖഫ് ഭൂമിയിലാണ്. ചോദ്യം ഇന്നോട്ടാണ്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദ്യം എത്ര ചോദ്യം ചോദിച്ചോളൂ, ഞാൻ എന്റെ ബോധ്യത്തിൽ നിന്ന് മറുപടി നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഭൂമി എന്നല്ല, അങ്ങനെ എവിടെയും നിങ്ങൾ അത് മാത്രമല്ല എവിടെയും അത് വഖഫാണെന്ന് പറഞ്ഞ ആ ഭൂമി വഖഫാകുമോ? അതിന് ആധാരം വേണം, സംവിധാനങ്ങൾ വേണം. വഖഫ് ചെയ്ത ആളുകളെ ഭൂമിയാണെന്ന് ഉറപ്പുവരുത്തണം. രാജ്യത്ത് നിയമല്ലേ? ഇന്ത്യ രാജ്യത്ത് അതിന് കാര്യങ്ങളില്ലേ? അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ടല്ലേ പുതിയ നിയമം കൊണ്ടുവന്നത്? ആ വിഷയത്തെ മനസ്സിലാക്കി. ആ വിഷയം നിങ്ങളുടെ ധാരണ എന്താണെന്നറിയോ? ഇന്ന് കിരൺ റിജിജു തെറ്റിദ്ധരിപ്പിച്ചതുപോലെ കിരാത നിയമം എന്നാ പറഞ്ഞു. അല്ല ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറയുന്നു ഏതെങ്കിലും ഒരു ഭൂമി നോക്കി. അല്ല എന്റെ സുഹൃത്തെ പറയട്ടെ, പ്ലീസ് പറയട്ടെ. കൂടുതൽ കൺഫ്യൂഷൻ നോക്കി അല്ലല്ല, ഞാൻ കൃത്യമാക്കി തരാം. നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയും കേരളത്തിൽ വിലപ്പോവില്ല. കാരണം എന്താണെന്നറിയോ? ഇത് സത്യസന്ധമായി പരിശോധിച്ചാൽ ഈ ബില്ല് നമ്മുടെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമാണ്. അത് എന്ത് വില കൊടുത്തും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അത് നടക്കൂലെന്നുണ്ടെങ്കിൽ നിയമപരമായി, അതായത് നിയമം അനുസരിച്ചിട്ടാണ്, വേറെ രീതിയിലല്ല. ഭരണഘടന ഇത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു മതവിശ്വാസികളുടെ അവകാശത്തെയാണ് ലംഘിക്കുന്നത്, ഹരിക്കുന്നത്. അത് അംഗീകരിച്ചു തരാൻ കഴിയോ? ഇത് ഫാഷിസമല്ലേ? ഇത് BJP ഭരണകൂടത്തിന്റെ ഫാഷിസമല്ലേ? ഇത് BJP ഭരണകൂടത്തിന്റെ ഫാഷിസമല്ലേ? അധികാരത്തിൽ ഉണ്ട് ഒരു ന്യൂനപക്ഷ മതവിശ്വാസികളുടെ ഉപദ്രവിക്കുന്ന സമീപനമല്ലേ? അത് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ഈ രാജ്യത്തോട് താല്പര്യമുണ്ടെങ്കിൽ, രാജ്യസ്നേഹികളാണെങ്കിൽ ഇങ്ങനെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? സ്വത്ത് കൊള്ളയടിക്കാൻ പാടുണ്ടോ? ലക്ഷക്കണക്കിന് മുസ്ലിം ജനസാമാന്യത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, മുസ്ലിം ജനസാമാന്യത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഷാക്കിറെ ഇങ്ങനെയൊരു ബിൽ കൊണ്ടുവന്നത്. ഷാക്കിറെ ആവർത്തിച്ച് കേന്ദ്രമന്ത്രിമാർ പറയുന്നുണ്ട് എന്തുകൊണ്ട് കൊണ്ടുവന്നു. ഇതെല്ലാം ചിലരുടെ മാത്രം കുത്തകയാണ്. സ്വത്ത് വെച്ച് എന്ത് തോന്നിയാസവും കാണിക്കാന്നുള്ളത് അതൊന്നും നടക്കില്ല. ഇത് ഭാരതമാണ്. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമത്തിന് അകത്ത് നിന്നുകൊണ്ടേ പ്രവർത്തിക്കാൻ പറ്റും. ഒരു നിമിഷം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അന്യന്റെ സ്വത്തിലേക്കുള്ള കടന്നുകയറ്റത്തെ ചേർക്കുന്നു. സ്റ്റാലിൻ ദേവൻ നമ്മൾ എത്രയോ തവണ ഈ വേദികളിൽ ഇരുന്ന് ചർച്ച നടത്തിയാണ്. ഷാക്കിർ ഒരു മിനിറ്റ്, അതേ കുറെ സമയം വെറുതെ ഇരിക്കുക. ഞാൻ വരാം താങ്കളിലേക്ക്. അതുകൊണ്ട് എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. സ്റ്റാലിൻ ദേവൻ പറയൂ. ശരി, പറഞ്ഞോളൂ. അല്ല, എന്താണ് ചോദ്യം? അല്ല, നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. ഇതാ നോക്കൂ, ഇപ്പൊ ഇതാ ബിൽ നിയമമാകാൻ പോകുന്നു. പാർലമെന്റിൽ
12 മണിക്ക് ആരംഭിച്ച ആ ചർച്ച ഇപ്പോഴും അത് തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമമാകാൻ പോകുന്നു. പറയൂ, ഇപ്പോൾ ഇവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് ഒരു മതത്തിന് എതിരാണ് എന്നൊക്കെ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഞാനൊരു കഥ പറയാം, അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സപ്പോസ് 35 വർഷം അല്ലെങ്കിൽ 40 വർഷം മുമ്പ് മുനമ്പത്തുള്ള ഒരു അമ്മച്ചി, അവർ ഈ കക്കയൊക്കെ വാരി മീനൊക്കെ കൊണ്ടു കിടന്ന് വിറ്റ്, കെട്ടുതാലിയൊക്കെ വിറ്റ് അവിടെ കുറച്ച് വസ്തു വാങ്ങി, അതിലൊരു വീട് വച്ചു, ഇടയ്ക്കിടയ്ക്ക് പോയി വോട്ടൊക്കെ ചെയ്യും. ഒരു സാധാരണ ഇന്ത്യൻ പൗരയായിട്ട് അവർ 35 വർഷം അവിടെ ജീവിച്ചു വന്നു. അതിനുശേഷം ഒരു ദിവസം അവർ കരടയ്ക്കാൻ ചെന്നപ്പോൾ അവർക്ക് ഇൻഫർമേഷൻ കിട്ടി ഈ വഖഫ് അവരുടെ വസ്തു കൊണ്ടുപോയി എന്ന്. അപ്പോൾ ആ പാവത്തിന് ഈ വഖഫ് എന്താണെന്നോ വഖഫ് ആക്ട് എന്താണെന്നോ അവർക്ക് ഒരു എത്തും പിടിയും ഇല്ല. അവർ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് ഭരണഘടനയുടെ ആമുഖം എടുത്ത് ഒരാൾ അവരുടെ മലയാളത്തിലെ കൈ കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലാവാത്ത ചില ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ ആമുഖത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇന്ത്യൻ പൗരനും നീതി ലഭ്യമാകും, സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ. അവർക്ക് സോഷ്യൽ നീതി പോയോ? കഷ്ടപ്പെട്ട് ജീവിതകാലം മുഴുക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തുണ്ടാക്കിയ സമ്പാദ്യം പോയോ? അവരുടെ പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അവർ തന്നെ വോട്ട് ചെയ്ത് അവരുടെ എം പി ആക്കിയ ഹൈബി ഈടം വന്നിട്ട് അവരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് പകരം അതിന് പാര വയ്ക്കാൻ വേണ്ടി അവിടെ വാദിച്ചുകൊണ്ട് ഇരിക്കുന്നു. അടുത്തതായിട്ട് സ്വാതന്ത്ര്യത്തിൽ റൈറ്റ് ടു ബിലീഫ്, റൈറ്റ് ടു ഫെയ്ത്ത് ആൻഡ് റൈറ്റ് ടു വർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ വേളാങ്കണ്ണി മാതയുടെ പള്ളി നമ്മുടെ വഖഫ് ബോർഡ് കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് റൈറ്റ് ടു വർഷിപ്പ് പോയി. അവർക്ക് സ്വന്തം വസ്തുവിൽ നിന്നിട്ട് അവരുടെ ദൈവത്തിനെ വിളിക്കാനുള്ള അവകാശവും പോയി. അവർക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സതീശൻ വന്നിട്ട് ഒന്ന് പറയും, മറ്റുള്ളവർ എന്നിട്ട് വേറെ വല്ലതും പറയും. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അവരോട് പറയുന്നു, എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നു. അവർക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ 2 അവകാശം അവർക്ക് ഇപ്പോഴും അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അവർക്ക് ഈ ആവിഷ്കരിക്കാനും ആലോചിക്കാനും ഉള്ള അവകാശം. അതായത് അവരുടെ ഈ ദുർവിധിയെ ഓർത്ത് അവർക്ക് ആലോചിച്ച് അത് എക്സ്പ്രസ് ചെയ്യാം, കരഞ്ഞ് തീർക്കാം. അടുത്തതായിട്ട് വരുന്നത് ഇക്വാലിറ്റിയാണ്, തുല്യത വരുമ്പോൾ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്ന് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ അമ്മച്ചിക്ക് 3 കൊല്ലം മുമ്പുണ്ടായിരുന്ന സോഷ്യൽ സ്റ്റാറ്റസ് ആണോ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും അല്ല, അവരുടെ സ്റ്റാറ്റസ് പോയി. പിന്നെ ഓപ്പർച്യൂണിറ്റി, സാധാരണ ഒരു ഇന്ത്യൻ പൗരന് 2 പേര് തമ്മിലൊരു വസ്തു തർക്കം ഉണ്ടായാൽ തീർച്ചയായിട്ടും സിവിൽ കോടതിയിൽ പോയിട്ട് അവിടുത്തെ നിയമം, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ടുള്ള സെക്കുലർ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടെ പ്രശ്നം പരിഹരിച്ച് എടുക്കാം. ഇവിടെ അവർ വഖഫ് ട്രൈബ്യൂണലിൽ പോകണം. അവിടെ വന്നിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബാധകമല്ല, അതുകൊണ്ട് പിന്നെ പ്രമാണം കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സിവിൽ പ്രൊസീജിയർ കോഡും ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന വഖഫ് ട്രൈബ്യൂണലിൽ ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളതിന് ഒരു നിയമം ഇല്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് നിങ്ങളുടെ വസ്തുവാണെന്നല്ല തെളിയിക്കേണ്ടത്. കാരണം നിങ്ങളെ കരന്തീരം രസീതോ പട്ടയമോ പ്രമാണമോ ഒന്നും അവിടെ എടുക്കൂല. അവിടെ നിങ്ങൾ എന്താണ് തെളിയിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വഖഫ് ബോർഡ് വന്നിട്ട് 500 കൊല്ലം മുമ്പ് ഒരു വ്യക്തി വാക്കാൽ ഇതൊരു വഖഫാണെന്ന് പറഞ്ഞിരുന്നു. റീസൺസ് ടു ബിലീവ്, ദേ നീഡ് നോട്ട് ടു പ്രൊഡ്യൂസ് എനി എവിഡൻസ്. റീസൺസ് ടു ബിലീവ് ഉള്ള പക്ഷം ആ റീസൺസ് ടു ബിലീവിനെയാണ് ഈ വ്യക്തി പോയിട്ട് ഇല്ലാതാക്കേണ്ടത്. എങ്ങനെ മനുഷ്യസാധ്യമായ ഒരു കാര്യമാണോ അത്? വഖഫ് ബോർഡ് 500 കൊല്ലം മുമ്പ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രം എടുത്തു പോലും. ഈ ക്ഷേത്രക്കാരിനി അവിടെ പോയിട്ട് അങ്ങനെ എടുത്തില്ലായിരുന്നു എന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അപ്പം അതും ഓപ്പർച്യൂണിറ്റിയും പോയി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾ 14 ആണ്. 14 പ്രകാരം പിന്നെ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ്. അവിടെ ഈ അമ്മച്ചിക്ക് അതും നഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് എന്താണ്? ഫെറ്റേണിറ്റി. എല്ലാവരും സഹോദരങ്ങളാണ്, സാഹോദര്യം വളർത്തണം. കൂടാതെ ഇന്ത്യയുടെ യൂണിറ്റി സംരക്ഷിക്കണം. അതും കൂടാതെ നമ്മളെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ഉയർത്തിപ്പിടിക്കണം. ഇങ്ങനെയുള്ള കാടൻ നിയമങ്ങൾ, ഡ്രാക്കോണിയൻ നിയമങ്ങൾ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും പാഴ്സിയും എല്ലാം കൂടെ തമ്മിലടിക്കല്ലേ ഉള്ളൂ. നാളെ വന്നിട്ട് ഹിന്ദുക്കൾക്കും കൂടി ഈ വഖഫ് ആക്ട് പോലെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ദേവസ്വം ബോർഡിന്
ഏത് വസ്തു വേണമെങ്കിലും യൂണിലാറ്ററായിട്ട് തീരുമാനിച്ച് റവന്യൂ രേഖകളിൽ മാറ്റങ്ങൾ വരുത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും നമ്മുടെ ഇപ്പം ഒരു എമ്പുരാൻ സിനിമ ഇറങ്ങിയല്ലോ, അതിൽ സീനുകളായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന എല്ലാ പ്രിയാമ്പുലർ പ്രോമിസസുകളും തച്ചുടയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഈ വഖഫ് ആക്ട് എന്ന് പറയുന്ന ഡ്രാക്കോണിയൻ നിയമം. എന്തുകൊണ്ട് പറ്റി നമുക്കറിയാം. ഇപ്പോഴുള്ള വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 എന്ന് പറയുന്നു. നാം മനസ്സിലാക്കേണ്ടത് 1954 നെഹ്റു കൊണ്ടുവന്ന വഖഫ് ആക്ടിലും ഇതേ വേർഡിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ 1995 വരെ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉള്ള പക്ഷം അവർക്ക് സിവിൽ കോടതിയിൽ പോകാമായിരുന്നു, പരിഹാരം കണ്ടെത്താമായിരുന്നു. അപ്പോൾ ഈ മുസ്ലിം മതത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയായിരുന്നു, പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം. കാരണം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കൂടുതൽ വസ്തുക്കൾ ഏറ്റെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് 95 ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ട് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു ജോക്കേഴ്സിൻ്റെ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി. കാരണം എന്താണ്, അവർക്ക് ഏത് നിയമം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ലിഖിതമായ ഒരു സംവിധാനം ഇല്ല. സിവിൽ പ്രൊസീജിയർ കോഡ് ബാധകം അല്ല. അപ്പോൾ നമ്മുടെ മുനമ്പത്തെ അമ്മച്ചി അവിടെ പോയി നിന്ന് ഇവരുടെ മുന്നിൽ കരയേണ്ട ഒരു ഗതികേടാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ വഖഫ് ആക്ട്? ഈ വഖഫ് ആക്ട് അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ട്രൈബ്യൂണലിലേക്ക് മാറാൻ പറഞ്ഞു, സിവിൽ കോടതികളെ ഒഴിവാക്കി. അതിനുശേഷം പറഞ്ഞു ലോ ഓഫ് ലിമിറ്റേഷൻ എടുത്ത് മാറ്റിക്കൊടുത്തു. നിങ്ങൾക്ക് എത്ര വർഷം പഴക്കമുള്ള 1000 വർഷമോ 1500 വർഷമോ ഈവൻ ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലം തൊട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ക്ലെയിം ചെയ്തോളൂ. ബാക്കി എങ്ങനെയാണ്? സിവിൽ കോടതിയിൽ 12 വർഷം വരെ മാത്രമേ ലോ ഓഫ് ലിമിറ്റേഷൻ പ്രകാരം ഒരു ഹർജി നമുക്ക് കൊടുത്ത് പരിഹാരം തേടാൻ പറ്റൂ. ഇവിടെ വന്നിട്ട് ഇഷ്ടം പോലെ യാത്ര ചെയ്തോളൂ. അതിനുശേഷം എന്ത് പറ്റി? 2013 ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ട് ഉണ്ടായിരുന്നല്ലോ. ലക്ഷക്കണക്കിന് ഏക്കർ വസ്തുക്കൾ പാകിസ്ഥാനിലോട്ടും ബംഗ്ലാദേശിലോട്ടും ഒക്കെ പോയ പാവങ്ങൾ ഇവിടെ കളഞ്ഞിട്ട് പോയ വസ്തുക്കൾ, ഇത് സംഭവ ഇത് വഖഫ് ബോർഡിന് കൊടുക്കണമായിരുന്നു. അതുവരെ ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ടിന് അടിയിൽ അത് സർക്കാർ നിയമിക്കുന്ന കസ്റ്റോഡിയൻസിൻ്റെ സംരക്ഷണയിൽ ആയിരുന്ന ഈ ലക്ഷക്കണക്കിന് ഏക്കർ വസ്തുക്കൾ വന്നിട്ട് വഖഫ് ബോർഡിന് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് വന്നിട്ടാണ് ഇഷാൽ ഹാവ് ദ ഓവർ റൈഡിങ് എഫക്റ്റ് എന്നുള്ള ഇത് 2013 കൊണ്ടുവരികയും ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ടിൽ കിടന്ന വസ്തുക്കളൊക്കെ വഖഫ് ബോർഡിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, ഒരു കോടതിയിൽ ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ടിന് അടിയിൽ ഒരാൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ റൈഡിങ് എഫക്റ്റ് ഇവിടെ കൊടുത്തതുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ ബുദ്ധിപരമായി ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടി മാത്രം കാലാകാലങ്ങളിലായി 1954 മുതൽ ഒരു നല്ല ചെസ് കളിക്കാരൻ്റെ പ്ലാനിങ്ങിൽ കാലാളിനെയും ആനയെയും കുതിരയെയും ഒക്കെ സമർത്ഥമായിട്ട് ഈ കോൺഗ്രസ് സർക്കാർ ഉപയോഗിച്ച് കൊണ്ടുവന്നതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് 2013 വന്ന ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വഖഫ് നിയമം. 95 വന്നു, 2013 അമെൻഡ് ചെയ്തു. ഇതിൽ ഇദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞത് ശരിയാണ്. അംബേദ്കർ പറഞ്ഞു ആർട്ടിക്കിൾ 32 പ്രകാരം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 29 വർഷമായിട്ട് ഒരു ഇന്ത്യക്കാരന് പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ ഡ്രാക്കോണിയൻ നിയമത്തിലെ എല്ലാമാണെന്ന് പറയില്ല, ഡ്രാക്കോണിയൻ നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധമായ സെക്ഷനുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു റിട്ട് പെറ്റീഷൻ കൊടുക്കാൻ ആർക്കും തന്നെ സാധിച്ചില്ല. പിന്നെ ഇദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം വഖഫ് ആക്ട് വായിച്ച് കാണത്തില്ല, ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഒരു തീരുമാനം എടുത്താലും ഹൈക്കോടതിയിലൊക്കെ പോകാം. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു റിവിഷൻ, എന്താണ് ഒരു അപ്പീൽ. അദ്ദേഹം വഖഫ് ആക്ട് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദ ഡിസിഷൻ ഓഫ് ദ വഖഫ് ട്രൈബ്യൂണൽ ഷാൽ ബി ഫൈനൽ എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് അതിൽ എഴുതിയിട്ടുണ്ട്, ഇനി ഹൈക്കോടതി ജഡ്ജിക്ക് തോന്നുകയാണെങ്കിൽ ഒരു കേസിനെ വിളിച്ചു വരുത്തി എന്തെങ്കിലും ചെയ്യാം, അല്ലാത്ത പക്ഷം യു ക്യാൻ മേക്ക് ആൻ ആപ്ലിക്കേഷൻ. ഒരു റിവിഷൻ എന്ന് പോലും പറയുന്നില്ല. അപ്പീലേ പോട്ടെ, റിവിഷൻ എന്നോ റിവ്യൂ എന്നോ വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ, ഒരു അപേക്ഷ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഹൈക്കോടതി ജഡ്ജി ബെച്ചു കുര്യൻ തോമസ് പരാമർശിച്ചതും അതാണല്ലോ, വഖഫ് ട്രിബ്യൂണലിന്റെ പരിധിയിലുള്ളത്, അതിലൊന്നും ഇടപെടാൻ പറ്റില്ല എന്നുള്ള പരാമർശം തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ ഇദ്ദേഹം എന്തായിരുന്നു പറയുന്നത്, ഹൈക്കോടതി പോകാം. അതെ, ഹൈക്കോടതി പോകാമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും വഖഫ് ബോർഡിനെതിരെ
നമുക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഭരണഘടനാ അവകാശത്തിന് എതിരാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ പോവാം. വേറെ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്, ഇറ്റ് ഈസ് ഓൺലി എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അതിന് നിങ്ങൾക്ക് വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് നിങ്ങളെ വസ്തു ഏറ്റെടുത്തു കഴിഞ്ഞാൽ, വഖഫ് ട്രൈബ്യൂണൽ അതിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ യു ഹാവ് നോ ലീഗൽ ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളതാണ് പരമമായ സത്യം. അഥവാ നിങ്ങൾ ഹൈക്കോടതിയിൽ പോയാലും അവർ വഖഫ് ആക്ട് എടുത്ത് നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണോ വിധിച്ചിരിക്കുന്നത് മാത്രമേ നോക്കുള്ളൂ. അവിടെ ഒരു അപ്പീലില്ല. ഇപ്പോഴും ഐ ആം നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് അമെൻമെന്റ്. കാരണം ഈ ഒരു വ്യക്തി അത് വന്നിട്ട് എന്തിനു വൈ ഷുഡ് ഹി ഗോ ടു ദ വഖഫ് ട്രൈബ്യൂണൽ? ഈ വ്യക്തികൾ തമ്മിലുള്ള വസ്തു തർക്കം, ഉടമസ്ഥാവകാശ തർക്കം എല്ലാം പഴയതുപോലെ സിവിൽ കോടതി തീരുമാനിക്കട്ടെ എന്നും, അല്ലാതെ ഒരു വസ്തു ഇത് ഷിയ വഖഫാണോ സുന്നി വഖഫാണോ, ഇലക്ഷൻ നടന്നത് ശരിയാണോ, അക്കൗണ്ട് ശരിയാണോ എന്നുള്ളൊക്കെ കേസ് മാത്രം ഈ വഖഫ് ട്രൈബ്യൂണലിന് നോക്കണം. അല്ലാത്തടത്തോളം കാലം ഇപ്പോഴും ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നാൽ പോലും ഇത് 100% ഭരണഘടനാപരമായ ഒരു ആക്റ്റാണ്, നിയമമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം തന്നെയാണ് ഇവിടെ സാധാരണ എല്ലാ പൗരന്മാർക്കും. അതെ. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഈ രാഷ്ട്രീയ അടിമകൾക്ക് മാത്രമേ ഈ ഇപ്പോഴുള്ള വഖഫ് നിയമം ഭരണഘടനാപരമാണെന്നോ ഈ കൊണ്ടുവരാൻ പോകുന്ന നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും പറയാൻ പറ്റും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല, ഞാനൊരു മതവിശ്വാസിയും അല്ല. അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് ഭരണഘടനയുടെ വെളിച്ചത്തിൽ ഒരു ഇന്ത്യൻ പൗരനുള്ള അവകാശം മാത്രം കണക്കിലെടുത്താണ് ഞാൻ പറയുന്നത്. ഇതിപ്പോഴുള്ള 1995 വഖഫ് ആക്ട് തികച്ചും ഭരണഘടനാ വിരുദ്ധം ആണ്. അതിന് യാതൊരു സംശയവും തന്നെ ഇല്ല. അതിനെ എത്രയും വേഗം എടുത്ത് അറബിക്കടലിൽ എറിയേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഏകദേശം അരമണിക്കൂർ കൂടി കാത്തിരുന്നാൽ മതി. എന്തായാലും ഇപ്പോഴും ചർച്ച തുടരുകയാണ്. പ്രിന്റു, ഇനി പുതിയ നിയമം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇനിയൊരു പ്രക്ഷോഭത്തിനുള്ള സാധ്യത ആരായില്ലേ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ? അങ്ങനെയാണല്ലോ, ഈ പ്രതിപക്ഷത്തിന് വേറെ ഒരു ജോലിയില്ലല്ലോ. കാരണം കേരളത്തിലെ ഇരവാദ പ്രൊപ്പഗാൻഡ ഇങ്ങനെ ഇടതും വലതും അവർ മത്സരിക്കുകയാണ്. ഇപ്പൊ സാക്കിറിനൊക്കെ സത്യത്തിൽ ഈ മുസ്ലിം ലീഗ് ഒന്നും സത്യത്തിൽ ഇത്രയും തീവ്രമായിട്ടുള്ള വർഗീയവാദം ഒന്നും പറഞ്ഞിരുന്നില്ല. അവർ ശരിക്കും മഞ്ചേരിയിലെ തോൽവിക്ക് ശേഷം അവരുടെ അടിത്തട്ടിലെ മണ്ണ് ഒലിച്ചുപോയി എന്ന് കഴിഞ്ഞ ശേഷമാണ് ഈ വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിലേക്കൊക്കെ വലിയ രീതിയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. അപ്പോൾ CPM മുസ്ലിം ലീഗും കോൺഗ്രസും ഇങ്ങനെ പരസ്പരം ഈ വർഗീയ പ്രീണനം നടത്തിയിട്ട് ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാക്കിർ പറഞ്ഞല്ലോ, മുനമ്പ വിഷയത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ നിലപാടില്ല എന്ന്. ഇവരുടെ KM ഷാജി, ഇവരുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ, അദ്ദേഹം പറഞ്ഞല്ലോ ഇത് വഖഫിന്റെ ഭൂമിയാണെന്ന്. അദ്ദേഹത്തിന്റെ നിലപാട് അത് വഖഫ് ഭൂമി എന്നാണ്. അത് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടല്ലേ. അതുപോലെ നമ്മുടെ വഖഫിന്റെ ചെയർമാൻ പറഞ്ഞല്ലോ ഇത് വഖഫിന്റെ ഭൂമിയാണ്. അപ്പൊ നോക്ക്, ഇത് ഇങ്ങനെ ഒരേ സമയത്ത് നിങ്ങൾ മൈനോറിറ്റി, അത് ക്രിസ്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഇവർ പോളിഷ് ചെയ്യാണ്. അതിനിങ്ങനെ പോളിഷ് ചെയ്യണം. ഞങ്ങളൊരു കുതന്ത്രമോ ഒരു തരത്തിലുള്ള വർഗീയ വിഭജനത്തിനും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. കാരണം ഇവരുടെ പഴയതുപോലെ പാണ്ഡൻ നായരുടെ പല്ലിന്റെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഗർഭിണി, ശൂലം, ഗുജറാത്ത് അത് തീർന്നു. പിന്നെ CA കൊണ്ടുവന്നു, അതും തീർന്നു. അതിനുശേഷം ഇപ്പോൾ ഇവർക്കൊരു വിഷയം കിട്ടിയിരിക്കുന്നത് വഖഫ്. ഇനിയിപ്പോ ഇനി ഏക സിവിൽ കോഡ് വരും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക ഇരവാദം പറഞ്ഞുകൊണ്ട് സമൂഹത്തിനിടയിൽ അന്തഛിദ്രം ഉണ്ടാക്കുക എന്നല്ലാതെ ഇതൊക്കെ സത്യസന്ധമായിട്ട് ഈ കേരളത്തിലെ പൊതുസമൂഹവും ന്യൂനപക്ഷങ്ങളും മുസ്ലിം സമുദായം ഒക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നീതിയുടെ രാഷ്ട്രീയമാണ്, തുല്യതയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. ഇപ്പോൾ ദേവൻ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഭരണഘടന ഇതിനകത്ത് വഖഫിന് ഭേദഗതിയുള്ള സുഹൃത്തെ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഇതിനകത്ത് 5 പ്രധാനപ്പെട്ട ഭേദഗതികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ 40 എടുത്തു കളയുന്നത് എന്തിനാണ്? സാക്കിറിന്റെ പാർട്ടിയും ഇവിടുത്തെ ഇടതും വലതും മുന്നണികളും ഭയക്കുന്നത്. അത് പറയുന്നത് എന്താണ്? എന്റെ റൈറ്റ്, എന്റെ സ്വത്തിന് മേൽ കടന്നുകയറ്റം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് മേൽക്കോടതികളെയോ സുപ്രീം കോടതിയോ സമീപിക്കാനുള്ള എനിക്ക് ഇവിടുത്തെ ഒരു പൗരന് അവകാശമുണ്ട് എന്നുള്ള ഭേദഗതിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ട്രൈബ്യൂണലിന്റെ ജഡ്ജ്മെന്റ് അന്തിമമല്ല എന്നുള്ളതാണ് പറയുന്നത്. വഖഫ് സ്വത്തുക്കളെ മുഴുവൻ ഒരു ഏക പോർട്ടലിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഭേദഗതി വരുത്തുമ്പോൾ ഇതെങ്ങനെയാണ് ഇസ്ലാമിനെതിരാവുക? ഇതെങ്ങനെയാണ് മുസ്ലിമിനെതിരാവുക? അപ്പൊ ഇത് പ്രൊപ്പഗാൻഡ അജണ്ടയാണ്. അതൊക്കെ കാരണം ഇത് ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഇവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്. പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. പ്രിന്റു, ഇസ്ലാം വിരുദ്ധമാണ് എന്ന കാർഡ് ഇറക്കിയാലല്ലേ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. കാര്യമുണ്ട്. അതെ,
തീർച്ചയായും അവരുടെ അജണ്ട തന്നെ അതാണല്ലോ. ഇപ്പൊ നോക്കൂ, 18% വരുന്ന ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം, ആ ക്രൈസ്തവ സമൂഹം എല്ലാ കാലഘട്ടം ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നൊന്ന് ഒരു പൊതുവീക്ഷണം നടത്തിയിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പൊ മാണി, നമ്മുടെ ജോസ് കെ മാണി LDFന്റെ കൂടെ പോയാലും ക്രൈസ്തവ സമൂഹം എല്ലാ കാലഘട്ടത്തിലും പാറ പോലെ ഉറച്ചു നിന്നിട്ടുള്ളത് ഒരു സംശയവും വേണ്ട. അത് ആരും കൂടെയായിരുന്നു? UDFന്റെ കൂടെയായിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ആട്ടിൻതോലണിഞ്ഞ ചെന്നായക്കളാണ് ഈ ഇടതു വലതു മുന്നണികളും. ഞങ്ങളുടെ സംഘടിത ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം അവകാശമാക്കിക്കൊണ്ടുള്ള പ്രീണനം നടത്തുകയാണെന്നുള്ള തിരിച്ചറിവ് ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. ആ ക്രൈസ്തവ സമൂഹം BJPക്ക് അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വെറുതെ ഒന്നുമല്ലല്ലോ 40 ലക്ഷം വോട്ടും 20% വോട്ടിംഗ് പെർസെന്റേജും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും വിശ്വസിച്ചിട്ടുണ്ട്. BJP കൊണ്ടുവന്ന ഒരു നിയമമോ ഒരു ഭേദഗതിയോ ഒരു മുസ്ലിം സമുദായത്തിന് എതിരല്ല. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചല്ലോ, BJP കൊണ്ടുവന്നത് എല്ലാം മുസ്ലിം സമുദായത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതിന് പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരുടെയും പിന്നാലെ പ്രീണനത്തിന് പോകില്ല. ഇപ്പൊ 2013-ലും 95-ലും കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രീണനമാണ് ഈ മുനമ്പമടക്കമുള്ള വിഷയങ്ങളെ ഇത്രയും വർഗീകരിച്ചത്. ഇപ്പൊ നോക്കൂ, നമ്മുടെ അംബാനിയുടെ വീടടക്കം വഖഫിൻ്റെതാണെന്നാണ് പറയുന്നത്. ആ അംബാനിയുടെ വീട് പാർലമെന്റ്, നമ്മുടെ കണ്ണൂരിലെ രാജരാജേശ്വര ക്ഷേത്രം, അങ്ങനെ ക്ലെയിം ഉന്നയിച്ചുകൊണ്ടുള്ള 50 പാർലമെന്റ് മന്ദിരം, 53,000 കേസ് കേരളത്തിൽ മാത്രമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, UPയിൽ 2,20,000 കേസാണ്, പശ്ചിമ ബംഗാളിൽ 82,000 കേസാണ്, കേരളത്തിൽ 53,000 കേസുണ്ട്. ഈ വിവാദ വിഷയം വന്ന സമയത്ത് ഈ പോർട്ടലിൽ രേഖകൾ കാണാനില്ല. മനസ്സിലാക്കണം, വിവാദ വിഷയം വന്ന സമയത്ത് ഏതാണോ ക്ലെയിം ചെയ്ത പ്രോപ്പർട്ടി കാണാനില്ല. അപ്പൊ ഇവർക്ക് മനസ്സിലായി, അപ്പൊ ഈ ഇടത് വലത് മുന്നണികൾ ഇവിടെ വർഗീയതയുടെ ചേരിതിരിവിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ് വഖഫിനെ കാണുന്നത്. ഓക്കെ, പ്രൊഫസർ റോണി, ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാണ് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാരോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. പക്ഷേ അവരതൊന്നും ഗൗനിച്ചില്ല. ഇതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ ഇനി അനുഭവിക്കേണ്ടി വരില്ലേ പ്രൊഫസർ റോണി? ആശങ്കയൊന്നുമില്ലേ കോൺഗ്രസിന്? അല്ലേ, ഇവിടെ ഈ പ്രിന്റും ഒക്കെ ഈ ഒരുപാട് വല്ലാത്തൊരു നുണകളൊക്കെ അങ്ങ് അടിച്ചു വിടുമ്പോഴേ, ഈ ഓഗസ്റ്റിലെ ഈ വഖഫ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അത് കിരൺ റിജിജു തന്നെ പറഞ്ഞത് ആകെ 40,000 കേസാണ്. അദ്ദേഹത്തിന്റെ കണക്കിപ്പം കേട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കേസാണ് ഇത്ര വഖഫോട്. അങ്ങ് പരിശോധിക്കേ, കിരൺ റിജിജു പറഞ്ഞത് ആകെ 40,000 കേസാണ്. ഞാൻ ഇത് ഒരു തെറ്റിദ്ധരിപ്പിക്കലുമല്ല സാർ. ഞങ്ങൾ ഒരാളെ എന്റെ റോഡ് സാർ നിൽക്കട്ടെ. അല്ല, ഞാൻ അങ്ങ് സംസാരിച്ചപ്പോൾ അങ്ങ് പറയുന്നതിന് കൗണ്ടർ ജനാധിപത്യമുള്ളത്. അല്ല, ഒരു മിനിറ്റ്. അല്ല, ഇത് ദീപിക, ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. പ്രിന്റു മഹാദേവ് കള്ളം പറയുകയല്ല. റോഡി സാർ, ഇത് ദീപിക പത്രം. അങ്ങ് ഇത് ദീപിക പത്രം. നോക്കൂ. അല്ല, പറയട്ടെ, ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയാനുള്ള അവകാശം എനിക്കുണ്ട് സാർ. അങ്ങനെയല്ല, ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നുണ പറയുമെങ്കിൽ അത് എന്നെ പ്രശ്നമാണ്. നിങ്ങൾ നോക്കൂ, ഇത് ദീപിക പത്രം. നിങ്ങൾ നോക്കൂ, ദീപിക പത്രം ഡിസംബർ 23 തിങ്കൾ. അങ്ങനെ പറഞ്ഞു പോവല്ലേ റോണി സാർ, അങ്ങനെ പറഞ്ഞു പോകാൻ അനുവദിക്കില്ല. ചർച്ചയാണ്, ചർച്ചയെ തെറ്റിദ്ധരിപ്പിക്കാൻ അനുവദിക്കില്ല. ദീപിക പത്രത്തിനകത്ത് വന്ന വിവരങ്ങളാണ് സാർ ഞാൻ പറഞ്ഞത്. അങ്ങ് ദീപിക പത്രത്തെ തള്ളി പറയുന്നുണ്ടോ? അങ്ങ് ദീപിക പത്രത്തിൽ വന്ന വാർത്തയെ അങ്ങ് തള്ളി പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഞാൻ ഒരിക്കലും വസ്തുതയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം അങ്ങാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അങ്ങനെയല്ല. അങ്ങ് ഞാൻ എന്നെ സംബന്ധിച്ച് അതെന്റെ ചോദ്യം ഇതാണ്, ദീപികയിൽ വന്ന വാർത്തയെ ദീപിക പത്രത്തെ തള്ളി പറയുന്നുണ്ടോ? ജോണി സാർ, ദീപിക പത്രത്തെ തള്ളി പറയുന്നു. പ്രിന്റു മഹാദേവ് പറഞ്ഞ ഡാറ്റയല്ല. എന്താ ദീപിക പറഞ്ഞത്? ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇവർക്ക് കേൾക്കാൻ വന്നതല്ല. 2024 ഡിസംബർ 23 തിങ്കളാഴ്ച ദീപിക പത്രത്തിൽ കേരളത്തിലെ വഖഫ് മോഡൽ കയ്യേറ്റത്തെ കുറിച്ച് ഡാറ്റ അടക്കം സാറുണ്ട്.
നിങ്ങൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് പഠിച്ചതിനേക്കാൾ ഇവിടുത്തെ ക്രൈസ്തവ സഭയും ദീപിക പത്രവും ഈ വിഷയം പഠിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡാറ്റ തരാം എത്ര കേസുകളുണ്ട്, എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ്, എത്ര കക്ഷികളുള്ളത് ഡാറ്റ ഞാൻ തരാം സാർ. ഈ പറയുന്ന RSS തല്ലിച്ചതച്ചത് അതൊക്കെ കാണുന്നുണ്ട്. ഇത് ദീപിയുടെ പത്രത്തില് ദീപിയുടെ ഫ്രണ്ട് പേജിലുണ്ട്. അങ്ങ് ജബൽപൂരില് അവിടുത്തെ രൂപ വികാരി ജനറൽ അച്ഛന്മാരെ ദീപിക അംഗീകരിക്കുന്നുണ്ടല്ലോ. അങ്ങ് വിഷയം വഖഫാണ്. വഖഫുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് കൊണ്ട് എടുത്തു വെച്ചോണ്ട് വഖഫൊക്കെ എടുത്ത് ഈ പറയുന്ന ക്രിസ്ത്യാനികളൊപ്പം വരൂന്നൊക്കെ തെറ്റിദ്ധാരണയൊക്കെ നിങ്ങൾ കുറെ കാലമായല്ലോ. എന്തായാലും ദീപികയോടോ അല്ലെങ്കിൽ ബിഷപ്പുമാരോടോ കോപിക്കാൻ പറ്റില്ല. വഖഫ് വിഷയത്തിൽ KCBയുടെയും ഇവിടുത്തെ സഭകളുടെ നിലപാട് എന്താണ് സാർ? ഞങ്ങൾ ആരുടെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിലപാട് പറയിപ്പിക്കില്ലല്ലോ. ഞങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഈ നിലപാട് പറയിപ്പിച്ചത്? കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ വഖഫിലെത്ര നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് സഭ തിരിച്ചറിഞ്ഞു സാർ. നിങ്ങൾ അവരെ വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ട് അവരെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കി ക്രൈസ്തവ സമൂഹത്തെ തെരുവിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് അവന്റെ ഭൂമി അന്യാധീനപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചുള്ള വർഗീയ പദ്ധതികൾക്ക് കുടപിടിക്കുന്നവരാണെന്ന് ഇവിടുത്തെ UDF മനസ്സിലായി സാർ. അതുകൊണ്ടാണ് റോണി സാർ, അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ സമ്പത്ത് കൃത്യമായി തിരിച്ചറിഞ്ഞു പ്രതികരിച്ചത് പ്രിന്റു കള്ളം പറഞ്ഞു എന്നൊരു ആരോപണം താങ്കൾ ഉന്നയിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ അവരെ വോട്ട് ബാങ്ക് മാത്രമായി കണ്ടു. സഭാ നേതൃത്വത്തെ മദർ തെരേസ ഈ രാജ്യത്ത് വന്ന് ന്യൂനപക്ഷങ്ങളെ അതുവഴി പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടാവാമല്ലേ നിങ്ങളുടെ നേതാവ് ഈടെ എന്താ പറഞ്ഞത്? ആദിവാസികളെല്ലാം രാജ്യത്താണെന്ന് പറഞ്ഞല്ലേ? പ്രൊഫസർ റോണി താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല. ഷാക്കിർ, തുല്യതയുടെ നിയമം ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളാണ് പ്രധാനം. പുതിയ നിയമം അതാണ് വ്യവസ്ഥ ചെയ്യുന്നത്. മാത്രമല്ല പള്ളികളുടെ നിയന്ത്രണമല്ല, മറിച്ച് സ്വത്തുക്കളുടെ ആർജിച്ച സ്വത്തുക്കളുടെ നിയന്ത്രണം ആണ്. അപ്പോൾ താങ്കൾ അതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതിലൊരു ക്ലാരിറ്റി അത് ഷാക്കിറിന് അറിയാം കൃത്യമായിട്ട് എന്താണ് ഈ നിയമം കൊണ്ട് വ്യവസ്ഥ ചെയ്യുന്നതെന്ന്. പക്ഷേ ഷാക്കിറിന് ഇതേ പറയാൻ പറ്റുള്ളൂ, മറ്റ് നിർവാഹമില്ല. അതായത് ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങൾക്ക് കൂടി പറയാനുള്ള സമയം അനുവദിച്ച് തരാന്നുള്ളൊരു മര്യാദയാണ് ശ്രീ അനിൽ നമ്പ്യാർ. ഈ റോണി പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്തി മറ്റാളെ കൊണ്ട് എനിക്കും പറഞ്ഞ് ഞാൻ അദ്ദേഹം പറയുന്നത് കള്ളമാണെന്ന് അദ്ദേഹം ആരോപിച്ചതുകൊണ്ടാണ് പിന്നെ പ്രിന്റ് ഇടപെട്ടത്. അതായത് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കള്ളമാണ്. നിങ്ങൾ അതായത് നിങ്ങൾക്ക് ചാനലിൽ നിങ്ങളുടേതായിട്ടുള്ള നിലപാടൊക്കെ സത്യം, ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് കള്ളാണ്, ഇൻക്ലൂഡിംഗ് മീ. അല്ല അത് വേണ്ടെന്ന്, അത് വേണ്ട. അതായത് സമ്മതിക്കണില്ല. നിങ്ങൾക്ക് സത്യത്തെ ഭയമാണ്. നിങ്ങൾക്ക് സത്യത്തെ ഭയമാണ്. സത്യത്തെയാണ് നിങ്ങൾക്ക് സത്യത്തെ ഭയമാണ്. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് ശ്രീ അനിൽ നമ്പ്യാർ സംസാരിക്കാൻ സമ്മതിക്കണില്ല. നിങ്ങൾ നമ്മൾ പറയുന്നത് പറയാൻ പോലും സമ്മതിക്കുന്നില്ല. അതായത് നിങ്ങൾ തുല്യനീതിയാണ് നേരത്തെ പറഞ്ഞ് ആ BJPയുടെ സുഹൃത്ത് ഉൾപ്പെടെ ഞാൻ ചോദിക്കട്ടെ, തുല്യനീതിയാണെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾക്കും ഹൈന്ദവ മതവിശ്വാസികൾക്കും ക്രൈസ്തവ മതവിശ്വാസികൾക്കും എല്ലാവർക്കും തുല്യനീതിയാവണ്ടേ? ഹിന്ദു മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാൻ, അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട്, മറ്റുള്ളവർക്കുമുണ്ട്. എന്നാൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീക്കി വെച്ചിട്ടുള്ള ഭൂമിയോ സ്വത്തോ കൈകാര്യം ചെയ്യാൻ അവകാശമില്ല കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? അത് തുല്യനീതിയാണോ? നിങ്ങൾ നോക്ക്, അന്യന്റെ മുതൽ അപഹരിക്കുന്നത് പാപമാണ്, പാതകമാണ്. അത് ഒരിക്കലും വക്കപ്പോടാ. ഒരു മിനിറ്റ് നേരത്തെ പറഞ്ഞ സുഹൃത്ത് അന്യന്റെ മുതൽ അപഹരിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞതാ. അന്യന്റെ മുതൽ അപഹരിക്കുന്നത് പാപമാണ്, ചെയ്യാൻ പാടില്ല. അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഇസ്ലാം മത വിശ്വാസികൾ. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ തെറ്റിദ്ധാരണ പരുത്തരുത്. ഒരാളുടെ മുതൽ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും മുതലിന്റെ വഖഫ് അവകാശവാദം ഉന്നയിച്ചാൽ അത് വഖഫായി. എന്റെ മുതലാണെന്ന് ഞാൻ ആദ്യം തെളിയിക്കണം.
ഒരു മിനിറ്റ് കേൾക്ക്, പറയട്ടെ. എന്റെ മുതലാണെന്ന് ഇന്ത്യൻ നിയമപ്രകാരം ഞാൻ തെളിയിക്കണം ആദ്യം. അതിന് ആധാരം, നികുതി, എന്നിട്ട് എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വഖഫ് വാക്കാലാവാം മറ്റു രീതിയിൽ എന്നുള്ള നിയമമുണ്ട്. എങ്ങനെ എന്റെ ഭൂമിയാണെന്ന് ഞാൻ തെളിയിക്കണം. എന്നിട്ട് നിങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദു അല്ലെങ്കിൽ BJP ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് പ്ലീസ്. BJP ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ കൂടിയത്, മതങ്ങൾ തമ്മിലെടുക്കുന്നത്. ഇപ്പൊ മുനമ്പം വിഷയമാണ് നിങ്ങൾ ദയവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് കിരൺ റിജു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കേൾക്ക്. പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ ജനം ടിവിയുടെ പ്രേക്ഷകരെ എന്നെ കേൾപ്പിക്കാൻ അനുവദിക്ക്. അവര് മുഴുവൻ നിങ്ങൾക്കെതിരാവും. നിങ്ങൾ ജനം ടിവിയുടെ പ്രേക്ഷകരെ ഞാൻ പറയുന്നത് കേൾക്കാൻ അനുവദിപ്പിക്ക്. അപ്പൊ ഈ ആളുകൾ ജനം ടിവിക്കും നിങ്ങൾ അല്ലല്ല, കൃത്യമാണ്, സത്യസന്ധമായിട്ട് പറഞ്ഞത്. BJP ഇപ്പൊ നോക്ക്, മുനമ്പ വിഷയം ഇന്ന് കിരൺ റിജു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പുതിയ നിയമം മുനമ്പത്തിന് ബാധകമാകില്ല. കാരണം എന്താണ്? ആ നിയമം മുൻകാല പ്രാബല്യമില്ല. അപ്പൊ നിങ്ങൾ ക്രിസ്തുമത വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് ആ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൊലക്ക് കൊടുക്കരുത്. നിങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പൊ മണിപ്പൂരിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ പള്ളികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആളുകളല്ലേ? 21 ലക്ഷം ഏക്കറാണ് വർദ്ധിച്ചത്. ഷാക്കിറെ, എങ്ങനെയാണ് ഷാക്കിറെ അത്? ക്രൈസ്തവ മതവിശ്വാസികൾ വീഴില്ല. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് ക്രിസംഖികളെ കിട്ടും, 10 15 ക്രിസംഖികളെ കിട്ടും. എന്നാൽ 99% ക്രിസ്ത്യാനികളെ കിട്ടില്ല. എന്തായാലും മറുപടി പറയേണ്ടത് ഏറ്റവും പരമോന്നതം ക്രൈസ്തവ അടക്കമാണ് പരസ്യമായിട്ട് നിരപരാധികളെ ആയിട്ടുള്ള ആളുകളെ, ഇസ്ലാം മത വിശ്വാസികളെ തെറ്റിദ്ധരിക്കില്ല, ഉറപ്പാണ്. BJPയുടെ കെണിയിൽ വീഴാൻ കേരളത്തിലെയോ മറ്റ് ഇന്ത്യയിലെയോ ക്രിസ്തുമത വിശ്വാസികളെ കിട്ടില്ല, മതേതര വിശ്വാസികളെ കിട്ടില്ല. രാഹുൽ ഗാന്ധി മുസ്ലിമാണോ? സ്റ്റാലിൻ ദേവൻ താങ്കൾ ഉൾപ്പെടെയുള്ളവർ കള്ളങ്ങൾ ആവർത്തിക്കുന്നു എന്നാണ് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. താങ്കൾ ഒരു കള്ളക്കഥ പറഞ്ഞു. RSS പ്രചരിപ്പിക്കുന്നത്, RSSന്റെ കള്ളക്കഥകൾ. മതി ഷാക്കിറെ, മതി, കൂടുതലായി, ഇന്നത്തേക്ക് കൂടുതലാണ്. അപ്പോ ഷാക്കിറെ പറയണ്ട. ഹലോ, ആളുകൾ കേട്ടാൽ അവർക്ക് പറയുന്നതിന് മുമ്പ് പഠിക്കണം. ഈ വഖഫ് ബില്ല് ഭേദഗതി വന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ഷക്കീറെ, ഈ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. സെക്ഷൻ 2 അമെൻഡ്മെന്റ് വരുന്നതോടുകൂടി ഷക്കീറെ ഈ പ്രശ്നം പരിഹരിക്കാൻ കൂടുകയാണ്. കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വരുന്ന ചർച്ചയ്ക്ക് വിവരക്കേട് പറയല്ലേ? ഇതിനകത്ത് കിരൺ റിജു ഈ 600 കുടുംബങ്ങളെ ആദ്യം ഭരണഘടന എന്താണെന്നും വഖഫ് എന്താണെന്നും മുൻപത്തെ ഇഷ്യൂ എന്താണെന്നും അങ്ങനെയല്ലോ. ഇന്ന് പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അങ്ങ് കാണണം. പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അങ്ങ് കാണണം. ആ ക്രമത്തിനകത്ത് കിരൺ റിജു കൃത്യമായിട്ട് പറഞ്ഞു, മുനമ്പത്തെ അടക്കം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടാണ്. ഒരു സംശയം വേണ്ട. സ്റ്റാലിൻ ദേവന് ഒരു അവസരം കൊടുക്കും. മുൻപത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. അറിയാൻ താല്പര്യമുണ്ടോ? ഈ പുതിയ established before or after the commencement of this act or statutorily regulated by any statutory provision pertaining to a public charities by a Muslim for purpose similar to a waqf under any law for the time being in force എന്നാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത്. അതായത് 1950 നവംബർ മാസം 1-ാം തീയതി ഒരു മുസ്ലിമായിരുന്ന സിദ്ദിഖ് സേട്ടു
ഈ മുസ്ലിം മതം അനുസരിച്ചുള്ള ധർമ്മപരമായ കാര്യങ്ങൾക്ക്, അതായത് റിലീജിയസ് ചാരിറ്റബിൾ ആൻഡ് പയസ് പർപ്പസസിന് വേണ്ടി ഈ വസ്തു കൊടുത്തത് ഫറൂഖ് കോളേജിനാണെന്ന് താങ്കൾക്ക് യാതൊരു സംശയവും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് നിലവിൽ അമെന്റ് ചെയ്യപ്പെടുകയും സൊസൈറ്റിയാണ് അങ്ങനെയുള്ള വസ്തുക്കളിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ ഓൾ ഓവർ ഇന്ത്യ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പുതിയ ഭേദഗതി നോട്ടിഫിക്കേഷൻ വരുന്ന നിമിഷം വരെ ഒന്ന് കാത്തിരിക്കൂ. മുനമ്പത്തെ ജനങ്ങൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്നാണ് പ്രൊഫസർ റോണിയും അതുപോലെ ഷാക്കിറൊക്കെ അത് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതാണല്ലോ, അതുകൊണ്ടാണല്ലോ മുനമ്പത്ത് പോയി ഒന്ന് പറയുകയും പാർലമെന്റിൽ ബില്ലിനെതിരെ കൈവക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ അല്ലെ? ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുകയും ഞങ്ങളൊപ്പമില്ല എന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രൊഫസർ റോണി, നിങ്ങളുടെ പാർട്ടിക്കാർ, നിങ്ങളുടെ MP-മാർ അവരെങ്ങനെ ഇനി മുനമ്പത്തെ ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് കണ്ടറിയാം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.